ജീവനുള്ള ഏകസത്യദൈവമായ യഹോവ ശുവ ക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ. പത്തനാപുരത്തെ ഒരു മതിലിൽ എഴുതിവെച്ച ദൈവവചനത്തിലെ വിഗ്രഹാരാധികൾ എന്ന വാക്ക് ഹിന്ദുക്കൾക്ക് അപമാനമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ വാർഡ് മെമ്പറും അമ്പല കമ്മിറ്റിക്കാരും ഒക്കെ ചേർന്ന് ആ വാക്ക് മായ്പിച്ച് കളഞ്ഞതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. ഒന്നാമത്തെ വീഡിയോയിൽ ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുന്നതാണ് കൂടുതൽ നല്ലത്. കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കാൻ നിങ്ങളെ അത് സഹായിക്കും. ആദ്യത്തെ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പല സംഘികളും സംഘിഭൃത്യന്മാരായ ക്രിസ്ത്യൻ നാമധാരികളും പറയുന്ന ഒരു ന്യായീകരണം, പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ആ വാക്യം മായ്ച്ചു കളഞ്ഞത്, അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം പോലീസിനാണെന്നാണ്. വേറെ ചിലർ പറഞ്ഞത് ആ മതിലിൽ എഴുതി വെച്ച കാര്യം തെറ്റാണെന്ന് പോലീസിന് ബോധ്യമായതുകൊണ്ടാണ് അത് മായ്ച്ചപ്പോൾ പോലീസ് ഇടപെടാതിരുന്നത് എന്നാണ്. ഈ ക്യാപ്സൂളുകൾ ചിലരെയെങ്കിലും വഴിതെറ്റിച്ച് കളയാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനൊരു വിശദീകരണം നൽകിയതിന് ശേഷം നമുക്ക് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിഗ്രഹാരാധനാ ഖണ്ഡനമെന്ന കൃതിയുടെ വിശകലനത്തിലേക്ക് കടക്കാം. സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ നേരെ ശാരീരിക ആക്രമണം ഒഴികെയുള്ള എന്ത് അതിക്രമവും സുവിശേഷ വിരോധികൾ ചെയ്താലും പോലീസ് ഒരിക്കലും ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് ഒരു പോലീസുകാരൻ തന്നെ പറഞ്ഞതാണ്, ഇപ്പോഴൊന്നല്ല, 10-20 കൊല്ലം മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോയതിൻ്റെ പേരിൽ വേറെ ആളുകൾ വന്ന് പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങളുടെ ഭാഗത്ത് 100% ന്യായമുണ്ടെങ്കിലും ഞങ്ങൾ മറുഭാഗത്തുള്ളവരോടൊപ്പമേ നിൽക്കൂ, നിങ്ങളുടെ ഭാഗത്ത് നിൽക്കില്ല എന്നാണ് പോലീസുകാരൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മൾ ചോദിച്ചു, ഇതെന്താ സാറേ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിൽക്കേണ്ടവരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞങ്ങളുടെ ജോലി നീതിയും ന്യായവും നടപ്പാക്കുക എന്നുള്ളതല്ല, ക്രമസമാധാനം തകരാതെ നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ജോലി. നീതിയും ന്യായവും നടപ്പാക്കേണ്ട ജോലി കോടതിയുടെ ആണ്. അപ്പം നിങ്ങളെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ അക്രമമോ കലാപമോ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല. നിങ്ങൾ ബസ്സിന് കല്ലെറിയുകയോ അല്ലെങ്കിൽ കടകൾക്ക് കല്ലെറിയുകയോ ചെയ്യുകയില്ല, ഇവിടെ ഹർത്താൽ നടത്തില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. നിങ്ങളുടെ ഭാഗത്ത് 100% ശരിയുണ്ടായാലും നിങ്ങൾ അന്യായം സഹിക്കുന്നവരാണ്. ഞങ്ങൾ മറുഭാഗത്തോടൊപ്പം നിന്നാലും നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വീട്ടിലേക്ക് പോകും എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ അതല്ല മറ്റുള്ളവരുടെ കാര്യം. അവന്മാർ നാട് കുട്ടിച്ചോറാക്കാൻ ഒരു മടിയില്ലാത്തവരാണ്. ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നാൽ പിന്നെ അവരിവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ അത് ലാത്തി ചാർജിലൊക്കെ കലാശിക്കും, ചിലപ്പോൾ അതിനേക്കാളും മുകളിലൊക്കെ പോയിന്ന് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ മേലെ നിന്ന് ഫോൺ കോൾ വരും. പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ എന്തുകൊണ്ടത് തടഞ്ഞില്ല, അത് തടയാതെ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യം വരും. അപ്പോൾ അതിന് പിന്നെ ആൻസർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ, അതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മറുഭാഗത്തുള്ളവരെ പ്രകോപിപ്പിക്കാതെ അവരെ പരമാവധി പ്രീണിപ്പിച്ച് നിർത്തുന്നതാണ് നല്ലത്. എന്നാൽ അവർ നിങ്ങളെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടും. നിങ്ങൾ അടികൊള്ളാൻ, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അടികൊള്ളാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അത് പോലീസിലൊരു പോരായ്മയാണ്. അപ്പോൾ അതങ്ങനെയുള്ളതിനൊക്കെ ഇടപെടും. അതല്ലാതെ മറ്റ് സംഭവങ്ങളാണെങ്കിൽ ഞങ്ങൾ അവരോടൊപ്പമേ നിൽക്കൂ, നിങ്ങൾക്ക് നീതി ന്യായം വേണമെങ്കിൽ നിങ്ങൾ കോടതിയിൽ ചെന്നത് വാങ്ങിക്കോ എന്നാണ് ആ പോലീസുകാരൻ പറഞ്ഞത്. പത്തനാപുരത്തെ പോലീസുകാരും ഇതേ നിലപാട് തന്നെയാണ് എടുത്തത് എന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വിഗ്രഹാരാധികൾ എന്ന വാക്ക് മായ്ച്ചു കളഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാമെന്ന സംഘികൾ പ്രശ്നം ഉണ്ടാക്കാതെ മടങ്ങിപ്പോകുമെന്നുണ്ടെങ്കിൽ ആ വാക്ക് മായ്ച്ചു കളയാം. വീട്ടുകാരുമാണെങ്കിൽ കോടതിയിൽ ചെന്ന് ആ വാക്യം അവിടെ എഴുതാനുള്ള അനുവാദം വാങ്ങിയിട്ട് വരട്ടെ എന്ന് പോലീസുകാർ ചിന്തിച്ച് കാണും. അതുകൊണ്ട് വിഗ്രഹാരാധികൾ എന്ന വാക്ക് മായ്പ്പിക്കുന്ന സമയത്ത് പോലീസ് അവിടെ ഉണ്ടായിരുന്നു, പോലീസിനത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് മായ്പ്പിച്ചതെന്നൊക്കെയുള്ള സംഘികളുടെയും സംഘിഭൃത്യന്മാരുടെയും ക്യാപ്സൂളുകൾ കയ്യിൽ വെച്ചാൽ മതി. പോലീസുകാർക്ക് നിങ്ങളുടെ സ്വഭാവവും ഞങ്ങളുടെ സ്വഭാവവും കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് അവർ എടുത്തത് കേട്ടാ. അല്ലാതെ അത് ശരിയാണ് എന്നുള്ള ചിന്തയിൽ നിന്നൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കേ വേണ്ട. ഓക്കെ, നമുക്ക് വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം. ആലത്തൂർ സിദ്ധാശ്രമത്തിലെ ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗി രചിച്ച വിഗ്രഹാരാധനാ ഖണ്ഡനം എന്ന കൃതിയുടെ 2.5 പേജ് വരെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശകലനം ചെയ്യുകയുണ്ടായി. ഈ വീഡിയോയിൽ അതിൻ്റെ ബാക്കി 2.5 പേജിൻ്റെ അവിടെ നിന്ന് മുതൽ 7-ാമത്തെ പേജ് വരെയാണ് വിശകലനം ചെയ്യുന്നത്.
നമുക്ക് ആ വിഗ്രഹാരാധന ഖണ്ഡനത്തിലേക്ക് കടക്കാം. ഹേ ആനന്ദകാംക്ഷികളെ, ബിംബപ്രതിഷ്ഠയെ ചെയ്യുന്ന ആചാര്യന്മാരെയും രോഗാദ്യരിഷ്ടങ്ങൾ പിടിപെട്ട് കാണുന്നു. അവയെ നീക്കാൻ അവർക്ക് ശക്തി കാണുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവർ പ്രതിഷ്ഠിച്ച കല്ലിന് നിങ്ങളുടെ രോഗാതിപീഡയെ നീക്കുവാനോ സമ്പൽ പുഷ്ടിയെ ചെയ്യുവാനോ ജ്ഞാനമോക്ഷങ്ങളെ നൽകുവാനോ കഴിയുമെന്ന് കരുതി നിങ്ങൾ അവരുടെ കൽപ്പന കേട്ട് ക്ഷേത്രം കെട്ടി പണം നശിപ്പിപ്പാൻ പുറപ്പെടുന്നത് മഹാഭോഷത്വമല്ലയോ? വിഗ്രഹത്തിന് ഒന്നിനും കഴിയുകയില്ല. ഗുരുവായൂർ മുതലായ പ്രസിദ്ധപ്പെട്ട ചില ക്ഷേത്രങ്ങളിൽ കള്ളന്മാർ കടന്ന് അനവധി ധനം കട്ടുകൊണ്ടുപോയി കാണുന്നു. ചില ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബിംബങ്ങളെ കൂടി കുത്തിപ്പുഴുക്കി തലകീഴായി നാട്ടിയ കഥയും ഞാൻ അറിയും. ഒരു ഉറുമ്പിനെ കൊണ്ടും കൊതുവിനെ കൊണ്ടും കഴിയുന്ന പ്രതിക്രിയ കൂടി വിഗ്രഹങ്ങൾക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പ്രതിഷ്ഠാകർത്താക്കന്മാരായ ആചാര്യന്മാരാൽ ജീവപ്രതിഷ്ഠയാൽ വിഗ്രഹങ്ങൾക്ക് നൽകപ്പെട്ട ചൈതന്യം എവിടെ പോയി? ക്ഷേത്രത്തിൽ കിടക്കുന്ന കാവൽക്കാർക്കോ പൂജകന്മാർക്കോ ഊരാളന്മാർക്കോ ഭക്തന്മാർക്കോ പോലീസുകാർക്കോ മറ്റോ കള്ളന്മാർ കടക്കുമെന്ന് മുൻകൂട്ടി ഒരു ദർശനം ഉണ്ടായതാണെങ്കിൽ കള്ളന്മാർ കടന്ന് ധനം കൊണ്ടുപോകുവാൻ ഇടവരികയില്ലായിരുന്നു. ദർശനം കാണിക്കാത്ത പക്ഷം കള്ളന്മാരുടെ കൈകാലുകളെ സ്തംഭിപ്പിച്ചാലും മതിയായിരുന്നു. കട്ടുകൊണ്ട് ചാടിപ്പോകുവാൻ നിർവാഹമില്ലാതെ കള്ളന്മാർ അവിടെ സ്തംഭിച്ചു നിൽക്കുന്നത് കണ്ടാൽ ഭക്തിഹീനന്മാരായ മഹാഭാവികൾക്കും ആ കള്ളന്മാർക്കും പരമഭക്തി വർദ്ധിച്ച് ബഹുജനം നന്നാകുമായിരുന്നു. ഭക്തന്മാർ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ടുള്ള സ്വത്തും പോകുകയില്ലായിരുന്നു. വിഗ്രഹങ്ങൾക്ക് അതിനൊന്നിനും കഴിഞ്ഞില്ല. കള്ളന്മാർക്ക് ക്ഷേത്രത്തിൽ കടന്ന് കക്കാൻ തോന്നാതാക്കിയാലും മതിയായിരുന്നു. വിഗ്രഹങ്ങൾക്ക് അതിനും കഴിഞ്ഞില്ല. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഈ വരികൾ വിഗ്രഹാരാധനയുടെ നിരർത്ഥകത വെളിപ്പെടുത്തുന്ന എക്കാലത്തെയും മികച്ച യുക്തിചിന്തകളിൽ ഒന്നാണ്. സാമാന്യ ബുദ്ധിയുള്ള ആരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന 4 പോയിന്റുകൾ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ്, ഉൽപാദകനില്ലാത്തത് ഉൽപ്പന്നത്തിനുണ്ടാകുമോ എന്നുള്ളതാണ്. ശിവയോഗി ആദ്യം ചോദ്യം ചെയ്യുന്നത് വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന തന്ത്രിമാരെയും പൂജാരിമാരെയുമാണ്. അതായത് വിഗ്രഹത്തിന് ശക്തി പകരുന്നത് അഥവാ ജീവപ്രതിഷ്ഠ നടത്തുന്നത് ആചാര്യന്മാരാണ്. എന്നാൽ സ്വന്തം ശരീരത്തിൽ ഒരു രോഗം വന്നാൽ അത് മാറ്റാൻ ഈ ആചാര്യന്മാർക്ക് ശക്തിയില്ല. അവർ ഡോക്ടറെ തേടിപ്പോകും. അപ്പോൾ സ്വയം രക്ഷിക്കാൻ കഴിയാത്തവന് മറ്റൊരാളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വസ്തുവിനെ അഥവാ വിഗ്രഹത്തെ നിർമ്മിക്കാൻ എങ്ങനെ കഴിയും? ഈ വിഗ്രഹത്തിന് രോഗശാന്തി ഉണ്ടെന്നൊക്കെ ഇവർ പറയും. വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുന്ന ആചാര്യന്മാർ പറയും വിഗ്രഹത്തിന് രോഗശാന്തിയൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ ഇവർക്ക് ഒരു രോഗം വന്നാൽ സ്വയം രക്ഷിക്കാൻ പറ്റുകയില്ല, ഡോക്ടറെ അടുത്തേക്ക് പോകണം. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്, ഉൽപാദകനില്ലാത്തത് ഉൽപ്പന്നത്തിനുണ്ടാകുമോ? ഉൽപാദകന് ഈ കഴിവില്ല. എന്നിട്ട് ഇവർ ഉൽപ്പന്നത്തിൻ്റെ അടുത്ത് വരികയാണ്, വിഗ്രഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് രോഗം മാറ്റണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതാണ് ഇദ്ദേഹം വളരെ പരിഹാസരൂപേണ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പോൾ കഷണ്ടിയുള്ള ഒരാൾ മുടി കിളിർക്കാനുള്ള എണ്ണ വിറ്റാൽ ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അത് വാങ്ങുമോ? അതുപോലെയാണ് രോഗമുള്ള പൂജാരി ഈ വിഗ്രഹത്തെ തൊഴുതാൽ രോഗം മാറുമെന്ന് പറയുന്നത്. ഇതൊരു തട്ടിപ്പാണെന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി ഇവിടെ സമർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത്, ഉറുമ്പിനുള്ള കഴിവ് പോലും ദൈവത്തിനില്ലേ? അല്ലെങ്കിൽ കൊതുകിനുള്ള കഴിവ് പോലും ദൈവത്തിനില്ലേ എന്നാണ് ചോദ്യം. ഇതാണ് ഈ ഭാഗത്തെ ഏറ്റവും മൂർച്ചയുള്ള പരിഹാസം. വിഗ്രഹങ്ങളെ തകർക്കാനും മോഷ്ടിക്കാനും കള്ളന്മാർക്ക് കഴിയുന്നു. അപ്പോൾ ഒരു ഉറുമ്പിനെയോ കൊതുകിനെയോ നമ്മൾ ഉപദ്രവിച്ചാൽ ഒന്നുകിൽ അത് തിരിച്ചു കടിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് പോകും, പറന്നു പോകും. കൊതുകാണെങ്കിൽ പറന്നു പോകും, ഉറുമ്പാണെന്നുണ്ടെങ്കിൽ വേഗം അവിടെ നിന്ന് ഇഴഞ്ഞു പോകും. ഇഴഞ്ഞാൽ നടന്ന് എങ്ങനെ വേണമെങ്കിലും ഉറുമ്പ് അതിൻ്റെ പാട്ടിന് പോകും. അതിനുള്ള ജീവനും ബോധവും ആ ജീവികൾക്കുണ്ട്. എന്നാൽ വിഗ്രഹത്തെ കുത്തിപ്പൊളിക്കുമ്പോഴോ തലകീഴായി നാട്ടുമ്പോഴോ അത് അനങ്ങുന്നില്ല, അനങ്ങുന്നതേ ഇല്ല. അപ്പോൾ ഉറുമ്പിനുള്ള ശക്തി പോലും ഇല്ലാത്ത വെറും കല്ലിനെയാണോ നിങ്ങൾ ശക്തനായ ദൈവമെന്ന് വിളിക്കുന്നത്? ജീവപ്രതിഷ്ഠ നടത്തി എന്ന് പറയുന്നത് വെറും കള്ളമല്ലേ? പ്രതിഷ്ഠിച്ച ചൈതന്യം അപ്പോൾ എവിടെ പോയി? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. ശബരിമലയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണമാണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. അത് പുറമേയുള്ളവർ മാത്രമല്ല, അകത്തുള്ളവരും അടിച്ചു മാറ്റിയിട്ടുണ്ട്. തന്ത്രിയൊക്കെ ഇപ്പോൾ ജയിലിലാണല്ലോ.
അപ്പോൾ അവർക്ക് തന്നെ അറിയാം, തന്ത്രിക്കൊക്കെ തന്നെ അറിയാം ഇതിലൊന്നും വലിയ കഥയില്ലാന്ന്. വിഗ്രഹത്തിന് എന്തോ ശക്തിയുണ്ട്, ചൈതന്യമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ബുദ്ധിഹീനരെ പറ്റിക്കാൻ നടക്കുന്നവരാണ് അവർ. അവർക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടാലും ഈ പറ്റിക്കപ്പെടുന്നവർക്ക് ബുദ്ധി ഉദിക്കില്ല, അത് വേറെ കാര്യം. ഇനി മൂന്നാമത്തെ പോയിന്റ്, അദ്ദേഹം ഒരു പരാതി പോലെ പറയാണ്, അത്ഭുതം പ്രവർത്തിക്കാനുള്ള സുവർണ അവസരം വിഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നല്ലോ എന്ന്. കള്ളന്മാർ ക്ഷേത്രം കൊള്ളയടിക്കുമ്പോൾ വിഗ്രഹം എന്ത് ചെയ്യണമായിരുന്നു എന്നതിന് ശിവയോഗി അതിമനോഹരമായ ഒരു നിർദ്ദേശം വയ്ക്കുന്നുണ്ട്. അതായത് കള്ളൻ വിഗ്രഹത്തെ തൊടുമ്പോൾ അവൻ്റെ കൈകാലുകൾ സ്തംഭിച്ചു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൻ അനങ്ങാൻ പറ്റാതെ അവിടെ തന്നെ നിന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അത് കണ്ടിട്ട് ഈ ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർ പോലും, അവർ മാത്രമല്ല ഈ കക്കാൻ വന്ന കള്ളൻ പോലും ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുമായിരുന്നു. നാട്ടുകാർ പറയും, ദേ നോക്കൂ, കള്ളനെ ദൈവം പിടിച്ചു കെട്ടിയിരിക്കുന്നു, കള്ളൻ അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ആ നാട്ടുകാർ, അല്ലെങ്കിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ, ആരൊക്കെ അറിയുന്നു അവരൊക്കെ ദൈവത്തെ ആരാധിക്കുമായിരുന്നു. പക്ഷെ അത് സംഭവിക്കുന്നില്ലല്ലോ. അപ്പം എന്താണ് അതിനർത്ഥം? വിഗ്രഹത്തിന് ശക്തിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ് മനസ്സിലാകുന്നത്, വിഗ്രഹത്തിന് ശക്തിയില്ല. 2, കള്ളനെ പിടിക്കാൻ വിഗ്രഹത്തിന് കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഭക്തരവിടെ സെക്യൂരിറ്റിയെയും പോലീസിനെയും ഒക്കെ നിർത്തിയിരിക്കുന്നത്. അതാണ് നാലാമത്തെ പോയിന്റ് അദ്ദേഹത്തിൻ്റെ. അതാണ് അതും പരിഹാസമാണ്. ദൈവത്തിന് പോലീസ് സംരക്ഷണം, ഗോഡ് അണ്ടർ പോലീസ് പ്രൊട്ടക്ഷൻ. ഇത് ഭയങ്കര പരിഹാസമാണ്. സർവജ്ഞാനിയായ ദൈവത്തിന് കള്ളൻ വരുന്നത് മുൻകൂട്ടി കാണാൻ കഴിയേണ്ടതല്ലേ? അല്ലേ? കള്ളൻ വരുന്നുണ്ടെന്ന് പൂജാരിക്കോ കാവൽക്കാർക്കോ സ്വപ്നദർശനം കൊടുക്കാൻ പോലും വിഗ്രഹത്തിന് കഴിവില്ല. സ്വന്തം മാല കള്ളൻ കൊണ്ടുപോകുന്നത് തടയാൻ കഴിയാത്ത, സ്വന്തം ക്ഷേത്രത്തിൽ ആര് വരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത, അതായത് ഭക്തനാണോ വരുന്നത് കള്ളനാണോ വരുന്നതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത, സ്വന്തം ക്ഷേത്രത്തിൻ്റെ കട്ടിളപ്പാളി അടിച്ചു മാറ്റുന്നത് തടയാൻ കഴിയാത്ത ആ വിഗ്രഹമാണോ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഭക്തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? ഇവിടെ ആ വിഗ്രഹത്തിന് തന്നെ തൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാണ് ഇനിയിപ്പോൾ നാട്ടുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വന്തം കാര്യം നോക്കാൻ ത്രാണിയില്ലാത്ത വിഗ്രഹം ഭക്തൻ്റെ കാര്യം നോക്കുമെന്ന് പറയുന്നത് മഹാഭോഷ്കാണെന്ന് ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗി ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആ 4 പോയിന്റുകളൊന്ന് ആലോചിച്ച് നോക്കണം. ഉറുമ്പിനെ തൊട്ടാൽ അത് കടിക്കും, പക്ഷെ നിങ്ങളുടെ വിഗ്രഹത്തിൻ്റെ മൂക്ക് ചെത്തിയാലും ആഭരണം കട്ടാലും അത് അനങ്ങില്ല. സ്വന്തം വിഗ്രഹത്തെ രക്ഷിക്കാൻ പോലീസും പട്ടാളവും CCTV ക്യാമറയും വേണമെങ്കിൽ ആ ദൈവം എത്ര ദുർബലനാണ്. സ്വന്തം സ്വർണ്ണമാല സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം ക്ഷേത്രത്തിലെ കട്ടളപ്പലക സംരക്ഷിക്കാൻ കഴിയാത്ത, ആ കൊടിമരത്തിലെ വാജിവാഹനം സംരക്ഷിക്കാൻ കഴിയാത്ത ദൈവമാണോ നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ പോകുന്നത്? അപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഏതെങ്കിലും വിഗ്രഹാരാധകർക്ക് കഴിയുമോ? കഴിയുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇക്കാലത്തെ കഥയിരിക്കട്ടെ. പണ്ട് ടിപ്പു സുൽത്താൻ അനേക ക്ഷേത്രങ്ങളെ അടിച്ചുടച്ച് അവയിലെ അനവധി രത്നങ്ങളെ വാരിക്കൊണ്ടു പോകുമ്പോഴും വിഗ്രഹങ്ങൾ സ്തംഭിച്ചിരുന്നതെന്താണ്? വിഗ്രഹങ്ങൾക്ക് ലേശം ചൈതന്യമുണ്ടെങ്കിൽ അതാത് അവസരത്തിൽ കാണിപ്പാൻ അവകാശമുണ്ടായിരുന്നു. ഇങ്ങനെ അശക്തങ്ങളായ വിഗ്രഹങ്ങളുടെ ആരാധന കൊണ്ടും അഭിഷേകം കൊണ്ടും സ്തുത്യാദികൾ കൊണ്ടും വിഗ്രഹങ്ങളോ വിഗ്രഹദ്വാര ഈശ്വരനോ രോഗം മാറ്റി മുക്തി കൊടുത്തു, സന്തതിയും സമ്പത്തും കൊടുത്തു എന്നും മറ്റും പല പല ഫലശ്രുതികളെ ഘോഷിച്ച് ഇന്നും ഗ്രന്ഥങ്ങളെ എഴുതിക്കൂട്ടിയിട്ടും തർജിമ ചെയ്യിച്ചിട്ടും ക്ഷേത്രങ്ങളെ കെട്ടിച്ചിട്ടും വിദ്വാൻമാർ ജനങ്ങളെ ആനന്ദാസ്പദമായ ഗാത്രക്ഷേത്രത്തിൽ നിന്നും തെറ്റിച്ച് അധപ്പതിപ്പിക്കുന്നതിന് അതിർത്തിയില്ല. ഭഗീരഥൻ ഗോകർണ ക്ഷേത്രത്തിൽ ഭജിച്ചിട്ട് ആകാശഗംഗയെ ഭൂലോകത്ത് വരുത്തിപോൽ, രാവണന് ത്രൈലോകാധിപത്യം സിദ്ധിച്ചുപോൽ. ഇങ്ങനെ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഭജിച്ചിട്ട് ഓരോരുത്തർക്ക് സിദ്ധിച്ച സിദ്ധികൾക്ക് കയ്യും കണക്കുമില്ല എന്ന് പുരാണങ്ങളിൽ കാണുന്നു. അതിനെ എടുത്ത് ഘോഷിച്ചും കൊണ്ട് ഇന്നുള്ള സ്വാമിമാരും ആചാര്യന്മാരും മറ്റും വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഈ സ്വാമിമാർക്കോ ആചാര്യന്മാർക്കോ ആ ക്ഷേത്രങ്ങളിൽ ഭജിച്ചിട്ട് രാജാധിപത്യം മുതലായ സിദ്ധികളിൽ ഏതെങ്കിലും ഒന്ന് സമ്പാദിക്കരുതോ? അങ്ങനെ ചെയ്യാത്തത് എന്താണ്? ഹേ സാരഗ്രാഹികളെ, ഒന്ന് ആലോചിപ്പിൻ. അതിരിക്കട്ടെ, ആ വക ക്ഷേത്രങ്ങളിൽ എത്ര തന്നെ ഭജിച്ചിട്ടും ഇക്കാലത്ത് ആർക്കും ഒരു സിദ്ധി ഉണ്ടാകുന്നതും ഇല്ല. അതെന്താണ്? ഒന്ന് ആലോചിപ്പിൻ.
ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വരികൾ ചരിത്രവും പുരാണവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം തുറന്നു കാട്ടാൻ അദ്ദേഹം ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകളും പുരാണങ്ങളിലെ അവകാശവാദങ്ങളും തമ്മിലുള്ള അന്തരം, ചെറിയ അന്തരമൊന്നുമല്ല, വലിയ അന്തരം 3 പ്രധാന പോയിന്റുകളായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നും. ഒന്നാമത്തെ പോയിന്റ്, ടിപ്പു സുൽത്താനും നിസ്സഹായരായ വിഗ്രഹ ദൈവങ്ങളുമാണ്. ശിവയോഗി ഇവിടെ ഒരു ചരിത്ര സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് പടയോട്ടം നടത്തിയപ്പോൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടു. അല്ലെങ്കിൽ അന്ന് കേരളം എന്ന് പറയാനല്ല, മലബാർ. അപ്പോൾ മലബാറിലെ പല ക്ഷേത്രങ്ങളും, മലബാറിലെയും കൊച്ചിയിലെയും പല ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെട്ടു. ആ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ പലതും തല്ലി ഉടയ്ക്കുകയും അതിലെ അമൂല്യ രത്നങ്ങൾ വാരിക്കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ചോദ്യം ഇതാണ്, വിഗ്രഹങ്ങൾക്ക് ലേശം ചൈതന്യം എന്ന് വെച്ചാൽ അല്പമെങ്കിലും ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ തങ്ങളെ തല്ലി ഉടയ്ക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ലേ? ആ ജീവൻ ഉണ്ടെന്നുള്ളതൊന്ന് പ്രകടിപ്പിക്കാൻ. ഇപ്പോൾ നമുക്കറിയാം, ജീവൻ പോകാറായി കിടക്കുന്ന പാമ്പിനെ അടിച്ചതൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ശരി, അതൊന്ന് ചീറ്റും, അവസാനത്തെ ഇതിലെങ്കിലും ഒന്ന് ചീറ്റും. കാരണം ആ ജീവൻ ഉണ്ടെന്ന് കാണിക്കുകയാണത്. അപ്പോൾ ഈ വിഗ്രഹങ്ങൾക്ക് ഇവർ ജീവൽ പ്രതിഷ്ഠയും ചൈതന്യം കൊടുക്കുന്നു എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നവരല്ലേ. അപ്പം അങ്ങനെ അവരുടെ ആ മന്ത്രതന്ത്രാദികൾ കൊണ്ട് ഇതിന് ജീവനോ ചൈതന്യമോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരം അതല്ലേ? തല്ല് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ തല്ലി പൊളിക്കുന്ന സമയത്ത് അപ്പോഴല്ലേ അത് അവർ ആ പ്രകടിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട് അവർ പ്രകടിപ്പിച്ചില്ല അല്ലെങ്കിൽ പ്രതികരിച്ചില്ല? ഇതാണ് ചോദ്യം. സ്വന്തം ദേഹത്ത് വീണ അടി തടുക്കാൻ കഴിയാത്ത, സ്വന്തം ആഭരണം സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം ക്ഷേത്രത്തിൻ്റെ കട്ടളപ്പാളി സംരക്ഷിക്കാൻ കഴിയാത്ത ഈ വിഗ്രഹത്തിന് എങ്ങനെയാണ് ഭക്തനെ സംരക്ഷിക്കാൻ കഴിയുക? അന്ന് ടിപ്പുവിൻ്റെ മുമ്പിൽ സ്തംഭിച്ചു നിന്ന വിഗ്രഹങ്ങൾക്ക് ഇന്നത്തെ ഭക്തരുടെ കാര്യത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയും എന്ന കുറുക്കിക്കൊള്ളുന്ന ചോദ്യമാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഉയർത്തുന്നത്. ഇതിന് എന്തെങ്കിലും ഉത്തരമുണ്ടോ വിഗ്രഹാരാധികളെ? ഉണ്ടോ? രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് പുരാണങ്ങളിലെ ഓഫറുകളെ കുറിച്ചാണ്. പുരാണങ്ങളിലെ ഓഫറുകൾ, അതായത് ഈ പുരാണ കഥകൾ കാണിച്ച് ഭക്തരെ പറ്റിക്കുന്ന രീതിയെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പൊളിച്ചെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ്, ക്ഷേത്ര പുരോഹിതന്മാർ എപ്പോഴും പഴയ കഥകളാണ് പറയുന്നത്. ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. രാവണൻ തപസ് ചെയ്ത് 3 ലോകങ്ങളുടെയും അധിപതിയായി, ത്രൈലോക്യാധിപതിയായി. അപ്പം ഇതെല്ലാം പണ്ട് നടന്നതാണ്, പുരാണങ്ങളിൽ നിന്നുള്ള കഥകളാണല്ലോ. അപ്പം ഇതൊക്കെ പണ്ട് നടന്നതാണ്, അല്ലെങ്കിൽ കഥയാണ്, എന്തോ ആകട്ടെ, നടന്നെന്നുള്ളത് നമ്മൾ വിശ്വസിക്കൊന്നും വേണ്ട. പക്ഷെ കഥയാണ്, കഥയിലുണ്ട്, ഇത് പുരാണങ്ങളിലുണ്ട്. പക്ഷെ ഇക്കാലത്തെ കഥ എന്താണ്? അതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ചോദ്യം. അദ്ദേഹത്തിൻ്റെ വാദം അതാണ്. ഇന്ന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഭജിച്ചിട്ട് ആർക്കെങ്കിലും ആകാശഗംഗയെ കൊണ്ടുവരാൻ പറ്റുമോ? ശരി, ആകാശഗംഗയൊക്കെ പോട്ടെ, അതൊക്കെ അതിമോഹമാണ്. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ശൂന്യതയിൽ നിന്ന് വരുത്താൻ പറ്റുമോ? അപ്പോൾ പറയുന്ന ന്യായം പണ്ട് നടക്കുമായിരുന്നു, ഇപ്പം നടക്കില്ല. ആ പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത്? പണ്ടത്തെ അത്ഭുത കഥകൾ പറഞ്ഞ് ഇപ്പോഴത്തെ ജനങ്ങളെ പണം മുടക്കിപ്പിച്ച് ക്ഷേത്രങ്ങൾ കെട്ടിക്കുന്നത് തട്ടിപ്പാണ്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് തട്ടിപ്പാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പോയിന്റ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിൽക്കുന്നവൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇപ്പോൾ ഞാൻ കഷണ്ടിക്ക് മരുന്ന് വിൽക്കുകയാണ്, കഷണ്ടി ഈ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കിളിർക്കും എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ എൻ്റെ തലയെ തൊടിയിപ്പിക്കില്ല ആ മരുന്ന്, കാരണം ഉള്ള മുടിയും കൂടി കൊഴിഞ്ഞു പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇത് തന്നെയാണ് ഇദ്ദേഹം ഇവിടെയും പറയുന്നത്, വിൽക്കുന്നവൻ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. ഇത് ഏറ്റവും പ്രഹരശേഷിയുള്ള ചോദ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ടതിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ചോദ്യം. കാരണം ഇത് കേൾക്കുന്ന ബുദ്ധിക്ക് തകരാറില്ലാത്ത ഏതൊരാളും ഒന്ന് ചിന്തിച്ചു പോകും. ഈ ആചാര്യന്മാരും സ്വാമിമാരും പറയുന്നത് എന്താണ്? ഇന്ന ക്ഷേത്രത്തിൽ ഭജിച്ചാൽ, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഭജിച്ചാൽ നിങ്ങൾക്ക് രാജയോഗം കിട്ടും, സമ്പത്ത് കിട്ടും, അധികാരം കിട്ടും എന്നാണ്. അതായത് രാവണനെ പോലെ ത്രൈലോക്യാധിപത്യം കിട്ടിയല്ലോ രാവണന്, അതുപോലെ നിങ്ങൾക്ക് അത് രാജയോഗം കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ചോദ്യം ഇതാണ്, ഇവരുടെ കൈവശം ഇത്ര വലിയൊരു വിദ്യ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സ്വാമിമാർക്ക് അത് ഉപയോഗിച്ച് രാജാക്കന്മാരായിക്കൂടാ? രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എഴുതുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള കാലത്താണ്, രാജഭരണമൊക്കെ ഉള്ള കാലത്താണ്. അതുകൊണ്ടാണ്
ആ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്, രാജാക്കന്മാർ എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ ആയിക്കൂടാ? എന്തുകൊണ്ട് അവർക്ക് ലോകം ഭരിക്കുന്ന ചക്രവർത്തിമാരായിക്കൂടാ? ഇവർ ഈ പുരാണ കഥകളൊക്കെ വെച്ചിട്ട് പറയുന്നത് ഇതാണല്ലോ, ഇന്ന ദേവനെ പൂജിച്ചാൽ ഇത് കിട്ടുമെന്ന്. അപ്പോൾ ആ ദേവനെ പൂജിക്കുന്ന ഈ സ്വാമിമാർക്ക് എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല? അപ്പോൾ ചിന്തിക്കുന്ന എത്ര ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്വന്തം പൂജ കൊണ്ട് തങ്ങൾക്ക് രാജാവാകാൻ കഴിയില്ല, ധനവാന്മാരാകാൻ കഴിയില്ല എന്ന് ഈ സ്വാമിമാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവർ രാജാവാകാൻ ശ്രമിക്കാതെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നത്. മനസ്സിലായ? മരുന്ന് വിൽക്കുന്നവൻ അത് കഴിക്കാതെ തുപ്പിക്കളയുന്നത് പോലെ പുരോഹിതന്മാർക്ക് ഈ വിദ്യയിൽ വിശ്വാസമില്ല, പക്ഷെ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നു. അതാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ബ്രഹ്മാനന്ദ ശിവയോഗി ചോദിക്കുന്നത് വളരെ ലളിതമായ കാര്യമാണ്. ഇന്ന ക്ഷേത്രത്തിൽ 41 ദിവസം ഭജന വരുന്നാൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ വലിയ പണക്കാരാകും എന്ന് പറയുന്ന പൂജാരി എന്തുകൊണ്ട് സ്വയം ആ പൂജ നടത്തി പണക്കാരനാകുന്നില്ല? രാവണന് രാജ്യം കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ സ്വാമിമാർക്ക് പൂജ നടത്തി ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിക്കൂടാ? ഉത്തരം വളരെ ലളിതമാണ്. ഈ വിദ്യ ഫലിക്കില്ല എന്ന് ഈ വിൽക്കുന്നവർക്ക് തന്നെ അറിയാം. ചരിത്രത്തിൽ ടിപ്പുവിൻ്റെ മുമ്പിൽ തോറ്റുപോയ വിഗ്രഹങ്ങൾ പുരാണത്തിലെ കഥകളിൽ മാത്രമേ ജയിക്കുകയുള്ളൂ. റിയാലിറ്റിയിൽ അവ വെറും കല്ലുകൾ മാത്രമാണ്. മനസ്സിലായോ? വെറും കല്ലുകൾ മാത്രമാണ്. അതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പറയുന്നത്. ഓക്കെ, നമുക്ക് വിഗ്രഹാരാധന കണ്ട ബാക്കി നോക്കാം. മദ്രാസ്, ബിലാത്തി മുതലായ സ്ഥലങ്ങളിൽ പോയി വളരെ കാലം കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് ഭാഷയും നിയമങ്ങളും പഠിച്ച് എത്ര വലിയ കഠിന പരീക്ഷയായാലും അതിൽ ജയിച്ച് ഹിന്ദുക്കൾ ഇക്കാലത്ത് കെങ്കേമന്മാരായി തീരുന്നു. ഒരു ബ്രാഹ്മണനോ ഒരു ശൂദ്രനോ ഒരു ഈഴവനോ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാൾ ക്ഷേത്രോപവാസാദി കർമ്മങ്ങൾ കൊണ്ട് ഒരു സിദ്ധിയെ പ്രാപിച്ച് കേമനായി തീരാത്തത് എന്താണ്? അതിനെ തീർന്നു കണ്ടാൽ ജ്ഞാനികൾ വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ഒരിക്കലും നിന്ദിക്കയില്ലല്ലോ. കുട്ടിക്കാലത്ത് ചില കുട്ടികൾ മരപ്പാവയെ, സാലഭഞ്ചികയെ ഉണ്ടാക്കി എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു. ആ പാവയെ കുളിപ്പിക്കുന്നു, അതിന് ആഭരണങ്ങളും മറ്റും കെട്ടി അലങ്കരിക്കുന്നു. ചില ഭക്ഷണ പദാർത്ഥങ്ങളെ ഉണ്ടാക്കി ആ പാവയ്ക്ക് തിന്നാൻ നൽകി തിന്ന് എന്ന് പറയുന്നു. അതിനെ കൊഞ്ചി ലാളിക്കുന്നു, തൊട്ടിലിട്ട് ആട്ടി പാട്ടുപാടി ഉണ്ണി ഉറങ്ങ് എന്ന് പറയുന്നു. അതേ തരത്തിൽ കർമ്മികൾ വിഗ്രഹത്തെ ഉണ്ടാക്കി അഭിഷേകം ചെയ്യുന്നു, വസ്ത്രാദികൾ കൊണ്ട് അലങ്കരിക്കുന്നു, ഭക്ഷ്യപേയ പദാർത്ഥങ്ങളെ ഉണ്ടാക്കി പൂജിക്കുന്നു, പൂജാഗ്രഹാണ എന്ന് പ്രാർത്ഥിക്കുന്നു, എഴുന്നള്ളിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൽ ജ്ഞാനികൾക്ക് പറവാൻ അവകാശമില്ലയോ? ചൈതന്യമുള്ള മനുഷ്യൻ ചൈതന്യമില്ലാത്ത വിഗ്രഹത്തെ കൊണ്ടാടി അതുകൊണ്ട് മുക്തികളെ സാധിക്കാമെന്നും വിചാരിച്ച് അനവധി ദ്രവ്യം ചിലവ് ചെയ്തും കായക്ലേശം ചെയ്തും അജ്ഞാന ദുഃഖങ്ങളിൽ പതിക്കുന്നത് കണ്ടിരിക്കുന്നത് ജ്ഞാനികൾക്ക് ധർമ്മമാണോ? അല്ല, കുട്ടികൾക്ക് അക്ഷരാഭ്യാസം ചെയ്യുവാൻ വേണ്ടി അവരുടെ കളിപ്പാവയെയും കോപ്പുകളെയും തട്ടിക്കളയുന്ന മാതിരി കർമ്മികൾക്ക് ജ്ഞാനമുണ്ടാകുവാൻ വേണ്ടി വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ഖണ്ഡിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് വസിഷ്ഠാദി ജ്ഞാനികൾ വിഗ്രഹാരാധകന്മാരെ നിന്ദിച്ചിരിക്കുന്നു, കേൾപ്പിൻ. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിഗ്രഹാരാധനാ ഖണ്ഡനത്തിലെ ഏറ്റവും പ്രശസ്തവും ചിന്താവിഷ്ടവുമായ ഭാഗമാണിത്. ഓരോ പോയിന്റുകളായി നമുക്കിത് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ്, യഥാർത്ഥ വിജയം എവിടെയാണ് എന്നുള്ളതാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഈ വിഗ്രഹാരാധികളുടെ അന്ധവിശ്വാസത്തെയും യാഥാർത്ഥ്യത്തെയും ത്രാസിലിട്ട് തൂക്കി നോക്കുകയാണ്. ഇംഗ്ലീഷ് പഠിക്കാനും നിയമം പഠിക്കാനും കഷ്ടപ്പെട്ട് വിദേശത്തും മദ്രാസിലും പോയി പരീക്ഷ ജയിച്ചവരാണ് സമൂഹത്തിൽ ഉന്നതരായത്. അതായത് ജഡ്ജിമാരും ഉദ്യോഗസ്ഥന്മാരും മറ്റുമൊക്കെ ആയത്. അല്ലാതെ ക്ഷേത്രത്തിൽ ഉപവാസം കിടന്നവരല്ല. ഒരു ബ്രാഹ്മണനോ ഈഴവനോ ശൂദ്രനോ ആരുമാകട്ടെ, അയാൾ കേമനായത് അറിവ് നേടിയത് കൊണ്ടാണ്. ഞാൻ 41 ദിവസം വ്രതമെടുത്തു, അതുകൊണ്ട് എനിക്ക് ഹൈക്കോടതി ജഡ്ജിയായി നിയമനം കിട്ടിയെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അപ്പം ചോദ്യം ഇതാണ്, കഷ്ടപ്പെട്ട് പഠിച്ചാൽ വിജയിക്കും എന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ വിഗ്രഹപൂജ ചെയ്താൽ വിജയിക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. ഉറപ്പുള്ള വഴി, അതായത് വിദ്യാഭ്യാസവും കഠിനാധ്വാനമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഉറപ്പില്ലാത്ത വഴി, അതായത് വിഗ്രഹാരാധന തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിയാണോ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമാണ്. രണ്ടാമത്തേത് കുട്ടിക്കളിയും ക്ഷേത്രപൂജയുമാണ്.
ഇതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മാസ്റ്റർ പീസ് ഉദാഹരണമായിട്ട് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ക്ഷേത്രത്തിലെ ഗൗരവമേറിയ ചടങ്ങുകളെ അദ്ദേഹം കുട്ടികളുടെ കളിയോട് ഉപമിക്കുകയാണ്. കുട്ടികൾ എന്താ ചെയ്യുന്നത്? അവർ മരപ്പാവയെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കളിക്കാനായിട്ട് മരപ്പാവയെ കിട്ടിയാൽ അതിനെ കുളിപ്പിക്കും, പൊട്ട് തൊടിയിക്കും, അതിന് വസ്ത്രം ഇടിയിപ്പിക്കും, അതിന് ഉണ്ണി തിന്നെന്ന് പറഞ്ഞ് ഭക്ഷണം വയ്ക്കും, പിന്നെ ഉണ്ണി ഉറങ്ങുറങ്ങെന്ന് പറഞ്ഞ് അതിനെ പാട്ടുപാടി ഉറക്കും. ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരും. കുട്ടികളുടെ കളിയൊക്കെ കാണുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും, കൗതുകമാണ്, അത്രേ ഉള്ളത്. പക്ഷേ ഒരു വിഗ്രഹാരാധന ചെയ്യുന്നത് ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങൾ അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന കൊച്ചു കളിപ്പാവയെ, മരത്തിൻ്റെ പാവയെ അവർ ഇപ്പം പ്ലാസ്റ്റിക്കും മറ്റു പല തരത്തിലുള്ള പാവകളുണ്ട്. അന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് മരപ്പാവകളാണ്. അപ്പോൾ മരപ്പാവ ഉദാഹരണം സാലഭഞ്ചിക എന്ന് അദ്ദേഹം പറയുന്നത് അത് വച്ചിരിക്കുന്നത്. ഈ പൂജാരി ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് വിഗ്രഹത്തെ, അത് കല്ലിൻ്റെ ആകാം, മരത്തിൻ്റെ ആകാം, മണ്ണിൻ്റെ ആകാം, ലോഹത്തിൻ്റെ ആകാം, എന്തിൻ്റെ ആകാം, ആ വിഗ്രഹത്തെ പാലിൽ കുളിപ്പിക്കുന്നു. അതിന് പറയുന്ന പേര് അഭിഷേകം. അഭിഷേകം എന്ന് പറയും. പിന്നെ പട്ടുടിപ്പിക്കുന്നു, അതിന് തിന്നാൻ കൊടുക്കുന്നു. തിന്നാൻ കൊടുക്കുന്നതിന് നിവേദ്യം, അങ്ങനെയാണ് പറയുന്നത്. നിവേദ്യം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ കഴിക്കണേ എന്ന് പറയുന്നു. അതിനോട് പ്രാർത്ഥിക്കുന്നു, ഭഗവാനെ കഴിക്കണേ. അതിനെ ഉണ്ണി ഉറങ്ങുറങ്ങെന്നും പറഞ്ഞ് കൊച്ച് ഇതിനെ ആട്ടി ഉറക്കുന്നത് പോലെ ഇവരും ഉറക്കുകയാണ്. അതിനെ പള്ളിയറയിൽ കൊണ്ടുപോയി ഉറക്കുന്നു. മനസ്സിലായോ? ഈ വാക്കുകളൊക്കെ വ്യത്യസ്തമായിട്ടൊരു കേൾക്കുമ്പോൾ ഒരു ഗുമ്മിന് വേണ്ടി ഓരോരോ വാക്കുകളെ കിട്ടുന്നേ ഉള്ളൂ. പ്രവൃത്തി ഒന്ന് തന്നെയാണെന്നേ. ഈ കൊച്ചു പിള്ളേർ ഈ മരപ്പാവനെ എടുത്ത് കളിക്കുന്നില്ലേ, അതൊക്കെ തന്നെ ഇവിടെ വിഗ്രഹാരാധികളും ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല. ആ ആരാധികൾ എന്ന് വെച്ചാൽ പൂജ, അതിൻ്റെ കർമ്മികൾ, ആചാര്യന്മാർ അല്ലെങ്കിൽ അതിൻ്റെ സ്വാമിമാർ, അവരിതൊക്കെ തന്നെ ചെയ്യുന്നത്. കുട്ടികൾക്ക് ജീവനുണ്ടെന്നും പാവയ്ക്ക് ജീവനില്ലെന്നും നമുക്കറിയാം. ഈ ജീവനുള്ള കുട്ടികൾ ജീവനില്ലാത്ത പാവയെടുത്ത് കളിക്കുന്നത് അവരുടെ കളിയാണ്. അതൊരു കളിയാണ്, നമുക്ക് ആസ്വദിച്ച് കൗതുകം ഉണ്ടാക്കുന്ന ഒരു ഇതാണ്, അത്രേ ഉള്ളത്. എന്നാൽ മുതിർന്ന മനുഷ്യർ, അതും പണ്ഡിതന്മാരെന്നും പറഞ്ഞ് നടക്കുന്നവന്മാർ, ജീവനില്ലാത്ത കല്ലിനോട് ഇത് കഴിക്കൂ, ഇത് ഉടുക്കൂ എന്ന് പറയുന്നത് കുട്ടിക്കളിയേക്കാൾ വലിയ വട്ടല്ലേ? അല്ലേ? കുട്ടിക്കളിയേക്കാൾ വലിയ വട്ടല്ലേ അത്? കുട്ടികൾ ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ നേരം പോക്ക്, അതൊരു കൗതുകമാണ്, അത്രേ ഉള്ളൂ. മുതിർന്നവർ ചെയ്യുന്നതോ, ആചാര്യന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരെ, പണ്ഡിതന്മാരെന്നും പറഞ്ഞ് നടക്കുന്നവന്മാരെ, അവർ ചെയ്യുന്നത് അത് വെറും ഭോഷ്കല്ലേ? അല്ലേ? അതാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയോടെ ചോദിക്കുന്നത്. മനസ്സിലായ? ഇനി മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത്, ചൈതന്യമുള്ളവൻ ചൈതന്യമില്ലാത്തതിനെ വണങ്ങുന്ന ഗതികേടാണ്. അതാണ് പറയുന്നത്. മനുഷ്യൻ്റെ വിലയെ തന്നെ കളങ്കപ്പെടുത്തുന്ന ഒന്നാണ് വിഗ്രഹാരാധന എന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി കുറ്റപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ചൈതന്യമുള്ളവനാണ്, വിഗ്രഹം ചൈതന്യമില്ലാത്തതാണ്. മനുഷ്യൻ ജീവനുണ്ട്, വിഗ്രഹത്തിന് ജീവനില്ല. അപ്പം ജീവനും ബുദ്ധിയുമുള്ള മനുഷ്യൻ ഇതൊന്നുമില്ലാത്ത കല്ലിൻ്റെ മുൻപിൽ കുമ്പിടുന്നത് അധപ്പതനമല്ലേ? ഉന്നതമായത് താഴ്ന്നതിനെ, അഥവാ ജീവനുള്ള മനുഷ്യൻ ജീവനില്ലാത്ത കല്ലിനെ ആരാധിക്കുന്നത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമല്ലേ? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യൻ പണം കളയുന്നു, ശരീരം കൊണ്ട് കഷ്ടപ്പെടുന്നു, കായക്ലേശം, അവസാനം അജ്ഞാനത്തിൽ തന്നെ ജീവിക്കുകയാണ്. അപ്പോൾ സൃഷ്ടിയെ സ്രഷ്ടാവാക്കുന്നതിനെതിരെയുള്ള പരിഹാസം ബൈബിളിലുമുണ്ട്. ബൈബിൾ വിഗ്രഹാരാധനയെ ശക്തമായിട്ട് കർശനമായിട്ട് വിരോധിക്കുന്ന പുസ്തകമാണ്, കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 106 19-20 വാക്യങ്ങൾ. അപ്പോൾ അവിടെ സങ്കീർത്തനം 106 ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ ഉണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ ആ സമയത്ത് ബൈബിൾ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്, അത് വളരെ ശ്രദ്ധേയമാണ്. അത് വെറും ഒരു വിഗ്രഹാരാധനയായിട്ടല്ല, മറിച്ച് മനുഷ്യൻ്റെ മഹത്വം കളഞ്ഞു കുളിക്കലായിട്ടാണ് ദൈവം അവിടെ പറയുന്നത്. അത്തരം ഭാഷയാണുള്ളത്. അതായത് 106 സങ്കീർത്തനത്തിൻ്റെ 19-20 വാക്യങ്ങൾ. അവർ ഹോരേബിൽ വെച്ചൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വാർത്തുണ്ടാക്കിയ വിഗ്രഹത്തെ നമസ്കരിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി തീർത്തു. സങ്കീർത്തനം 106 19-20. അപ്പോൾ ബൈബിൾ ഇവിടെ ആ വിഗ്രഹത്തെ പുല്ല് തിന്നുന്ന മൃഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ബോധപൂർവമാണ്.
മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയിലുള്ളവനാണ്. ബൈബിൾ അനുസരിച്ച്, ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമുള്ളവൻ. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ ഉണ്ടാക്കപ്പെട്ട ആ മനുഷ്യൻ പോയി പുല്ല് തിന്നുന്ന വിവേകമില്ലാത്ത ഒരു മൃഗത്തെ തൊഴുമ്പോൾ അവൻ്റെ സ്വന്തം മാനുഷിക മഹത്വമുണ്ട്, അതായത് ഹ്യൂമൻ ഡിഗ്നിറ്റി ദൈവം അവന് കൊടുത്തതാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മറ്റ് മൃഗങ്ങൾക്കൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു അന്തസ്സ്. അതവൻ പോയിട്ട് മൃഗത്തിന് അടിയറവ് വയ്ക്കുകയാണ്. മനസ്സിലായോ? ആ പുല്ല് തിന്നുന്ന കാളാന്ന് പറഞ്ഞത് ആ ആശയത്തിലാണ്. തിരിച്ചറിവുള്ള വിവേകമുള്ള മനുഷ്യൻ ഈ തിരിച്ചറിവൊന്നുമില്ലാത്ത മൃഗത്തിൻ്റെ മുമ്പാകെ പോയിട്ട് വണങ്ങുകയാണ്. അപ്പോൾ ഇതേ ആശയം തന്നെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയും ഇവിടെ പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ഒരു സംഗതിയാണ്. അറിവിലേക്കുള്ള വഴി തട്ടിക്കളയലിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിസ്ട്രക്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ, അതാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വിഗ്രഹാരാധനയെ ഇത്ര കടുപ്പത്തിൽ വിമർശിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ കുട്ടി ഇങ്ങനെ പാവയൊക്കെ ഉണ്ടാക്കി കളിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ കുട്ടിക്ക് അക്ഷരം പഠിക്കാൻ സമയമാകുമ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ആ കളിപ്പാവകളെ തട്ടിക്കളയും, എന്നിട്ട് അവൻ്റെ കയ്യിലേക്ക് സ്ലേറ്റും പെൻസിലും കൊടുക്കും, അല്ലേ? അതല്ലേ ചെയ്യുന്നത്? കളിപ്പാവയിൽ തന്നെ മുഴുകിയിരുന്നാൽ കുട്ടിക്ക് അക്ഷരാഭ്യാസം കിട്ടില്ല. അതുപോലെ വിഗ്രഹങ്ങളിൽ മുഴുകിയിരുന്നാൽ മനുഷ്യന് യഥാർത്ഥ ജ്ഞാനം കിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനികൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ആത്മീയ കളിപ്പാവകളെ അഥവാ വിഗ്രഹങ്ങളെ തട്ടിക്കളയുക എന്നതാണ്. അത് ജനങ്ങളെ വേദനിപ്പിക്കാനല്ല, മറിച്ച് അവരെ അറിവിലേക്ക് നയിക്കാനാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും അതിനെതിരെ സംസാരിക്കുന്നത്. വിഗ്രഹാരാധനയ്ക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വിഗ്രഹാരാധികൾക്ക് വിഷമം ഉണ്ടാക്കും, വേദനയൊക്കെ ഉണ്ടാക്കും, ശരിയാ, അതൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങളെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല, അതല്ല ഞങ്ങളുടെ ആത്യന്തിക ഉദ്ദേശം. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. നിങ്ങൾ ഈ കുട്ടിക്കളി നിർത്ത്. ഈ കൊച്ചു പിള്ളേർ പാവയുണ്ടാക്കി കളിക്കുന്നത് പോലെ നിങ്ങൾ ഈ വിഗ്രഹത്തെ കൊണ്ട് നടക്കുന്ന ആ പരിപാടി നിർത്ത്. എന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് വാ. നിങ്ങൾ വളർച്ചയുടെ ഘട്ടമുണ്ടല്ലോ, കൊച്ചുങ്ങൾക്കൊരു സമയത്ത് അതെടുത്ത് കളിച്ചിട്ടുണ്ട്, അത് ശരി. അതൊക്കെ കഴിഞ്ഞ് വളർന്നു വരുമ്പോൾ സ്ലേറ്റും പെൻസിലും അല്ലെങ്കിൽ പുസ്തകം കൊടുക്കണം. മനസ്സിലായ? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വസിഷ്ഠാദിജ്ഞാനികൾ, അതായത് വസിഷ്ഠനെ പോലെയുള്ള ജ്ഞാനികളായ ഋഷിവര്യന്മാർ വിഗ്രഹാരാധനയെ നിന്ദിച്ചത് ഈ കാരണം കൊണ്ടാണ്. അതായത് ഈ ജനങ്ങളെ അവർ സ്നേഹിച്ചത് കൊണ്ടാണെന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പറയുന്നത്. ഈ ജനങ്ങളെ വിഷമിപ്പിക്കാനല്ല, അവർക്ക് വിഷമം ഉണ്ടാകും, പക്ഷെ അവരെ യഥാർത്ഥമായിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ്. അവർക്ക് വിഷമം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു 5 വയസ്സുകാരൻ പാവക്കുട്ടിയെ കുളിപ്പിക്കുന്നതും ചോറ് കൊടുക്കുന്നതും കണ്ടാൽ നമ്മൾ ചിരിക്കും, നമുക്കത് കൗതുകമാണ്. പക്ഷെ 50 വയസ്സുള്ള ഒരാൾ കരിങ്കല്ലിനെ കുളിപ്പിക്കുന്നതും അതിന് ചോറ് കൊടുക്കുന്നതും കണ്ടാൽ നിങ്ങൾ ഭക്തിയോടെ കൈകൂപ്പുന്നു. പരിഹാസമാണ്, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പരിഹാസമാണിത്. വേദനിപ്പിക്കാനല്ല, തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്. അത് മനസ്സിലായോ? ബ്രഹ്മാനന്ദ ശിവയോഗി ചോദിക്കുന്നത് ഇതാണ്: കുട്ടികളുടെ കളി നിഷ്കളങ്കമാണ്, പക്ഷെ മുതിർന്നവരുടെ ഈ കളി ഇത് വെറും മണ്ടത്തരമല്ലേ? കുട്ടി സ്കൂളിൽ പോകണമെങ്കിൽ കളിപ്പാട്ടം ഉപേക്ഷിക്കണം. അതുപോലെ മനുഷ്യൻ സത്യം അറിയണമെങ്കിൽ, സത്യദൈവത്തെ അറിയണമെങ്കിൽ ഈ കളിപ്പാട്ടങ്ങളെ ഉപേക്ഷിച്ചേ മതിയാകൂ, വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചേ മതിയാകൂ. അതാണ് യഥാർത്ഥ ആത്മീയത. ബ്രഹ്മാനന്ദ ശിവയോഗികളുടെ ഈ വാദത്തിന് എന്ത് മറുപടിയാണ് വിഗ്രഹാരാധികൾക്ക് പറയാനുള്ളതെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. ഒരു വിധത്തിൽ ഒരാൾക്കും, ചിന്താശേഷിയുള്ള ഒരാൾക്കും തട്ടിക്കളയാൻ പറ്റാത്ത അത്ര കൃത്യമായ പോയിന്റുകളാണ് അദ്ദേഹം വയ്ക്കുന്നത്. ഇനി ഇദ്ദേഹം ഇത്ര നേരം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്, ഇനി ഈ വിഗ്രഹാരാധനാ ഖണ്ഡനത്തിൽ അദ്ദേഹം മറ്റ് കൃതികളിൽ നിന്ന്, സംസ്കൃതത്തിലും തമിഴിലും മലയാളത്തിലൊക്കെയുള്ള മറ്റ് കൃതികളിൽ നിന്നാണ് ഇദ്ദേഹം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്നു. നമുക്കിതിനെ രണ്ടിനെയും, ആ കൃതികളിലോ ഒറിജിനൽ പറഞ്ഞിരിക്കുന്ന കാര്യമായാലും അദ്ദേഹം വിശകലനം ചെയ്തിട്ടുള്ളതിനെയും കൂടി നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഒന്നാമത് അദ്ദേഹം പറയുന്നത്, കാലം യജ്ഞ തപോധന തീർത്ഥദേവാർച്ചന ഭ്രമൈ ചിരമാധീശതോ ഭേദാഹ ക്ഷഭയന്തി മൃഗ ഇവ. അർത്ഥം: യാഗം, വ്രതം, ദാനം, തീർത്ഥസ്നാനം, ബിംബാരാധനം എന്നിവയിൽ ഭ്രമിച്ച് വളരെ കാലം കഴിച്ചുകൂട്ടുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി ഉദ്ധരിച്ച ഈ ശ്ലോകം
വിഗ്രഹാരാധനയടക്കമുള്ള ബാഹ്യമായ ആചാരങ്ങളെ ഒട്ടും ദയയില്ലാതെ കീറി മുറിക്കുന്ന ഒന്നാണ്. ഇതിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള വാക്ക് ക്ഷഭയന്തി മൃഗ ഇവ, മൃഗങ്ങളെപ്പോലെ നശിച്ചു പോകുന്നു എന്നതാണ്. അപ്പം അദ്ദേഹം പറയുന്നതിൽ ഒന്നാമത്തെ കാര്യം മനുഷ്യനെ മൃഗമാക്കുന്ന ആചാരങ്ങൾ എന്നുള്ളതാണ്. നാം നേരത്തെ ചിന്തിച്ചതുപോലെ മൃഗങ്ങൾക്ക് വിവേകബുദ്ധിയില്ല, വിവേചനശേഷിയില്ല, അവ ചിന്തിക്കാറില്ല. ശീലങ്ങൾ ആവർത്തിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറൊരു മൃഗം ചെയ്യുന്നത് കണ്ടാൽ ഇതും അതുപോലെ തന്നെ അനുകരിച്ചെന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ആ പഠിപ്പിക്കുന്നത് പോലെ ചെയ്യും, പിന്നെ അത് അനുകരിച്ചോളും. എന്നാൽ മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും വലിയ സിദ്ധി എന്ന് പറയുന്നത് ചിന്താശക്തിയാണ്. അതുണ്ട്, മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്താശേഷിയുണ്ട്. പക്ഷെ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുമ്പോഴും തീർത്ഥാടനത്തിന് പോകുമ്പോഴും മനുഷ്യൻ ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് അന്ധമായി അനുകരിക്കുക മാത്രമാണ് വിഗ്രഹാരാധികൾ ചെയ്യുന്നത്. അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കാതെ വെറും ശരീരം കൊണ്ട് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന മനുഷ്യൻ ബുദ്ധിയില്ലാത്ത മൃഗത്തിന് തുല്യനാണെന്ന് ശിവയോഗിയുടെ സമർത്ഥിക്കുകയാണ്. മനുഷ്യജന്മം കിട്ടിയിട്ടും മൃഗത്തെപ്പോലെ ജീവിച്ചു തീർക്കുന്നത് എത്ര വലിയ നഷ്ടമാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. രണ്ടാമത്തേത്, ഭ്രമത്തിൽ ജീവിക്കുന്നവർ. ഈ ശ്ലോകത്തിൽ ഭ്രമം എന്ന് പറയുന്നത്, ഭ്രമം എന്ന് പറഞ്ഞാൽ ഈ ഡെല്യൂഷൻ, അത് ശ്രദ്ധേയമാണ് ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. യാഗവും തീർത്ഥാടനവും വിഗ്രഹാരാധനയും ഭക്തിയല്ല, മറിച്ച് ഭ്രമമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ഇല്ലാത്ത വെള്ളം ഉണ്ടെന്ന് കരുതുന്നതാണ് മരീചിക. അതുപോലെ ഇല്ലാത്ത ഫലം ഉണ്ടെന്ന് കരുതിയാണ് ജനങ്ങൾ ഈ കർമ്മമൊക്കെ ചെയ്യുന്നത്. ഗംഗയിൽ മുങ്ങിയാൽ പാപം പോകുമെന്ന് കരുതുന്നത് ഭ്രമമാണ്. കാരണം അത് വെറും വെള്ളമാണ്, വെറും വെള്ളം. പട്ടിണി കിടന്നാൽ അല്ലെങ്കിൽ വ്രതമെടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് കരുതുന്നത് ഭ്രമമാണ്. കല്ലിന് ജീവനുണ്ടെന്ന് കരുതുന്നത് ഭ്രമമാണ്. യാഥാർത്ഥ്യബോധമില്ലാത്ത വെറും തോന്നലുകളുടെ പുറകെ പോയി ജീവിതം ഹോമിക്കുന്നതിനെ ഭക്തി എന്ന് വിളിക്കാൻ കഴിയില്ല. അത് മാനസികമായ വിഭ്രാന്തി മാത്രമാണ്, ഭ്രമം മാത്രമാണ്, ഡെലൂഷൻ മാത്രമാണെന്ന് ബ്രഹ്മാനന്ദ ശിവയോഗി പറയുന്നു. മൂന്നാമത് അദ്ദേഹം പറയുന്നത് സമയത്തിൻ്റെ വലിയ നഷ്ടത്തെക്കുറിച്ചാണ്. അതിൽ ചിരം എന്നുള്ള വാക്ക്, ചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലം. ഇപ്പോൾ ചിരഞ്ജീവി, വളരെ കാലമായി ജീവിക്കുന്നത്. ചിരപരിചിതൻ, വളരെ കാലമായി പരിചിതനായിരിക്കുന്ന. ചിരം എന്ന് പറഞ്ഞാൽ വളരെ കാലം. അപ്പോൾ അതിൽ ചിരമാദീശതോപേദ എന്നുള്ള ആ വാക്കുണ്ടല്ലോ അതിൽ. അപ്പോൾ അതിൽ ചിരം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് 1-2 ദിവസമല്ല, 1-2 വർഷവുമല്ല, മനുഷ്യൻ ഈ ജീവിതകാലം മുഴുവൻ ഈ വിഗ്രഹാരാധനയ്ക്കായിട്ട് ചെലവഴിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പൂജയും ജപവും ക്ഷേത്ര ദർശനവുമായിട്ട് നടക്കുന്നു. ഇന്നത്തെ കാലത്ത് ആൾക്കാരല്ല കേട്ടോ, അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ ഊണൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും, മനസ്സിലായ? ഈ ഊട്ടുപുരകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, ബ്രാഹ്മണരുടെ കാര്യമാണ്. അപ്പോൾ ഇവരിങ്ങനെ നടക്കുകയാണ് ഇതുമായിട്ട്. അതിൻ്റെ ഫലം എന്താണ്? അവസാനം മരിക്കാറാകുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ എന്ത് നേടി? ചിത്തശുദ്ധി കിട്ടിയോ? ഇല്ല, ചിത്തശുദ്ധി കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ചിത്തശുദ്ധി കിട്ടിയെങ്കിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണുമായിരുന്നു. അത് കാണാൻ കഴിയുന്നില്ല. ജ്ഞാനം കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ഇത് ജീവിതകാലം മുഴുവൻ ഇത് ചെയ്ത് നടന്നു, ഒന്നും കിട്ടിയില്ല. ഒരു കിണർ കുഴിച്ചാൽ നമുക്ക് വെള്ളം കിട്ടണം, കൃഷി ചെയ്താൽ വിളവ് കിട്ടണം. എന്നാൽ ജീവിതകാലം മുഴുവൻ ക്ഷേത്രത്തിൽ പോയിട്ടും വിഗ്രഹത്തെ പൂജിച്ചിട്ടും മനസമാധാനമോ അറിവോ കിട്ടാതെ മരിച്ചു പോകുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന പ്രകൃതി നിയമത്തിന് പോലും വിരുദ്ധമായ പാഴ്വേലയാണെന്നാണ് ഈ ശ്ലോകം പറയുന്നത്. അവിടെ വളരെ കടുപ്പമുള്ള, അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ കടുപ്പമുള്ളതാണ്. മൃഗങ്ങളെപ്പോലെ എന്ന്. ശിവയോഗി എല്ലാ ശ്ലോകത്തിലുള്ളതാണ്, പക്ഷെ ആ ശ്ലോകം അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഒരു ആടിനോ പശുവിനോ അറിവ് നേടാൻ കഴിയില്ല. അവയ്ക്ക് വിശപ്പും ദാഹവും മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അവന് ചിന്താശേഷിയുണ്ട്, ചിന്തിക്കാൻ തലച്ചോറുണ്ട്. എന്നിട്ട് ആ തലച്ചോറ് ഉപയോഗിക്കാതെ കല്ലിനെയും മരത്തിനെയും ലോഹത്തിനെയും മണ്ണിനെയും ഒക്കെ വണങ്ങി പുഴയിൽ മുങ്ങി പട്ടിണി കിടന്ന് ജീവിതം തീർക്കുന്നവർക്ക് 2 കാലുണ്ട് എന്നുള്ളതൊഴിച്ചാൽ മൃഗങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? ചിന്തിക്കാത്ത മനുഷ്യൻ വെറും മൃഗമാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ശ്ലോകം. മനസ്സിലായോ? നമുക്ക് വീണ്ടും വിഗ്രഹാരാധനാ ഖണ്ഡനത്തിലേക്ക് പോകാം. മൂടാതി തിറവുകോലിൽ പറഞ്ഞത്
നട്ട കല്லை തവമെன்று 4 പുഷ്പം ചാർത്തുവീർ ചുற்றி വന്ന് മൊണമൊണെன்று ചൊല്ലു മന്ദിരമേതടോ നട്ട കല്ല് പേച്ചുമോ നാഥനുള്ളിരിക്കയിൽ ചുട്ട ചട്ടി ചട്ടകം കറിച്ചുവൈ അറിയുമോ. നല്ല രസമുള്ള പ്രാസമുള്ള ശ്ലോകം. തമിഴ് ഭാഷയുടെ ഒരു ഇതാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു ഭാഷയാണ് തമിഴ്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഒരു കല്ലിനെ പ്രതിഷ്ഠിക്കുന്നു, അതിൽ ഈശ്വരഭാവനയോടുകൂടി പൂജിക്കുന്നു, അതിനെ പ്രദക്ഷിണം വയ്ക്കുന്നു, മന്ത്രം ജപിക്കുന്നു. ആ പ്രതിഷ്ഠിച്ച കല്ല് സംസാരിക്കുമോ? കറി വയ്ക്കുന്ന ചട്ടിയോ കറി ഇളക്കുന്ന ചട്ടുകമോ കറിയുടെ രസത്തെ അറിയുമോ? ഇല്ല. അതുപോലെ ഫലമൂലാദി നൈവേദ്യ രസമൊന്നും ഈ വിഗ്രഹം അറിയുകയില്ല. ഈശ്വരൻ നമ്മുടെ ഹൃദയത്തിലിരിക്കെ അറിയാതെ ഇങ്ങനെ ചെയ്യുന്നുവല്ലോ എന്ന് സാരം. ഈ കവിതയിലെ വരികൾ വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നവയാണ്. ഭക്തി എന്ന പേരിൽ നാം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ ഒരു തേങ്ങയുടയ്ക്കുന്ന ലാഘവത്തോടെയാണ് ഈ കവി ഉടച്ചു കളയുന്നത്. ചട്ടുകത്തിൻ്റെ യുക്തി ഇതാണ് ഈ കവിതയിലെ ഏറ്റവും മൂർച്ചയുള്ള ആയുധം. അതായത് കറി വയ്ക്കുന്ന ഈ ചട്ടിക്കകത്ത് കറി ഇളക്കുന്ന ചട്ടുകമുണ്ട്. അപ്പോൾ ഇത് മണിക്കൂറുകളോളം ഈ ചട്ടുകം ആ കറിയിൽ തന്നെ കിടക്കുന്നു. പക്ഷെ ആ കറിയുടെ രുചി, അത് ഉപ്പാണോ പുളിയാണോ മധുരമാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ആ ചട്ടുകത്തിന് അറിയുമോ? അറിയോ? ഇല്ല. എന്തുകൊണ്ടറിയുന്നില്ല? കാരണം അതിന് ജീവനില്ല. കറിയിൽ മുങ്ങിക്കിടന്നാലും ചട്ടുകൻ തന്നെയാണ്. ഇതുപോലെയാണ് വിഗ്രഹവും. നിങ്ങളതിനെ പാലിൽ കുളിപ്പിക്കുന്നു, പൂക്കൾ കൊണ്ട് മൂടുന്നു, ചന്ദനം ചാർത്തുന്നു, തിരുവാഭരണം ധരിപ്പിക്കുന്നു, മറ്റ് ഉടയാടകൾ അണിയിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ആ വിഗ്രഹത്തിന് ഇതിൻ്റെയൊക്കെ സുഖമോ ഗന്ധമോ അറിയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ചട്ടുകത്തിന് രുചി അറിയാത്തതുപോലെ കല്ലിന് ഭക്തി അറിയാൻ കഴിയില്ല. ജീവനില്ലാത്ത വസ്തുവിൻ്റെ മുമ്പിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് പാഴ്വേലയാണെന്ന് ഇതിലും ലളിതമായിട്ട് എങ്ങനെയാണ് മനുഷ്യനോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുക? ഇനി രണ്ടാമത് മൊണ എന്ന്, അതായത് ചുറ്റി വന്ന് മൊണ എന്ന് ചൊല്ലും മന്ദിരമേതടോ എന്ന് പറയുന്നുണ്ടല്ലേ. അത് അതിശക്തമായിട്ടുള്ള ഒരു പരിഹാസമാണ് ആ വരി. അതായത് കല്ലിന് ചുറ്റും നടക്കുന്നു, വായ കൊണ്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്നു. ഈ മുണക്കുക എന്ന് പറഞ്ഞാൽ തമിഴിൽ പിറുപിറുക്കലാണ്. അതായത് കേൾക്കുന്നവന് വ്യക്തതയില്ല. ഞാൻ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് കണ്ടിട്ടുള്ളത്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പിറുപിറുത്ത അനിഷ്ടം വരുമ്പോഴാണ്. അത് നേരിട്ട് പറയാനുള്ള ധൈര്യവും ഇല്ല, എന്നാൽ ഉള്ളിലിരിക്കുന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തീർക്കുക. അപ്പോൾ ചോദിക്കും, എന്നടാ അങ്ങ് മുണക്കരുത് എന്ന് ചോദിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് അത്. അപ്പോൾ അർത്ഥമറിയാതെ ഒരു ശബ്ദം മാത്രം ഉണ്ടാക്കുന്ന മന്ത്രജപങ്ങളെ ഈ കവി ഈ മുണപ്പായിട്ടാണ് കാണുന്നത്. വെറും പിറുപിറുപ്പ് അതായിട്ടാണ് കാണുന്നത്. നട്ടുവളർത്തിയ ഒരു മരത്തിനോടോ നാട്ടിവെച്ച ഒരു കല്ലിനോടോ സംസാരിച്ചിട്ട് മറുപടി കിട്ടുമോ? നട്ട കല്ല് പേച്ചുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ആ വെച്ച കല്ല്, നിങ്ങൾ നാട്ടിവെച്ച കല്ല് സംസാരിക്കുമോ എന്ന ചോദ്യം വിഗ്രഹാരാധകരുടെ മുഖത്തേറ്റ അടിയാണ്. മറുപടി തരുന്നത് പോയിട്ട് ഇവൻ ഈ മുണമുഴക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ പോലും കഴിയാത്ത ഒന്നിനോട് ജീവിതകാലം മുഴുവൻ പരാതി പറയുന്നതിനെ, അല്ലെങ്കിൽ ആവലാതികൾ പറയുന്നതിനെ ഭ്രാന്തെന്നല്ലാതെ എന്താണ് വിളിക്കുക? മൂന്നാമത്തത് മേൽവിലാസം തെറ്റിയ കത്തുകൾ എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലത്തെ ഒരു സംഗതിയാണ് അഡ്രസ്സ് തെറ്റിപ്പോയി എന്ന് പറഞ്ഞത്. അതായത് നാഥനുള്ളിരിക്കയിൽ, ഇവിടെ നാഥൻ എന്ന് പറയുന്നത് ദൈവത്തെയാണ്. അപ്പോൾ ദൈവം ഉള്ളിലിരിക്കുമ്പോൾ, ആ വരി ഇതിലെ സൂപ്പറായൊരു ക്ലൈമാക്സ് ആണ്. ഒരാൾ തൻ്റെ പോക്കറ്റിൽ കോടികളുടെ ചെക്ക് വെച്ചിട്ട് റോഡിലിരുന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷ തെണ്ടുന്നത് പോലെയാണിത്. ജീവനുള്ള, ചൈതന്യമുള്ള, ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ അംശം, അതായത് ആത്മാവ്, അത് സ്വന്തം ശരീരത്തിനുള്ളിൽ ഇരിക്കുമ്പോഴാണ് മനുഷ്യൻ അത് കാണാതെ പുറത്തെ കല്ലിൽ ദൈവത്തെ തിരയുന്നത്. സ്വന്തം ഉള്ളിലെ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാത്തവന് പുറത്തെ കല്ലിൽ എങ്ങനെ ദൈവത്തെ കാണാൻ കഴിയും? അപ്പോൾ യഥാർത്ഥ ദൈവം ഉള്ളിലിരുന്ന് ചിരിക്കുകയായിരിക്കും പുറത്തെ കല്ലിനെ വലം വയ്ക്കുന്ന മനുഷ്യൻ്റെ മണ്ടത്തരം കണ്ടിട്ട്. ഇതാണ് കവി പറയുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു ക്രൈസ്തവ വിശ്വാസപ്രകാരം മനുഷ്യൻ്റെ ആത്മാവ് ദൈവമാണെന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല, അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വരും, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കും, അത് വേറെ കാര്യം. അല്ലാത്ത സമയത്ത് മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യാത്മാവ് തന്നെയാണ്, അത് ദൈവമൊന്നും അല്ല. അത് പറയട്ടെ, കാരണം ഇതിപ്പോൾ ഈ കവിയുടെ ആശയമാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
അല്ലാതെ ബൈബിളിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല കേട്ടോ. അപ്പോൾ കവി ഇവിടെ ചോദിക്കുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. സാമ്പാറിൽ കിടക്കുന്ന ചട്ടുകത്തിന് സാമ്പാറിൻ്റെ രുചി അറിയില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ചട്ടുകത്തെ കൊണ്ടുപോയി പാലിലും നെയ്യിലും മുക്കുന്നത്? ഈ ചട്ടുകം എന്നൂടെ പറയുന്നത് വിഗ്രഹത്തെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് കുടിക്കുന്നത് അഴുക്ക് നിങ്ങൾ ഈ ഒഴുക്കുന്ന പാല്, അതിൻ്റെ മുകളിൽ കൂടെ ഒഴുക്കുന്ന പാലുണ്ടല്ലോ, അത് കുടിക്കുന്നത് അഴുക്ക് ചാലിലെ എലികളോ പാറ്റകളോ ഒക്കെ ആയിരിക്കും, അല്ലാതെ വിഗ്രഹമല്ല. വിഗ്രഹത്തിന് അത് കുടിക്കാൻ പറ്റില്ല. അപ്പം ജീവനില്ലാത്ത കല്ലിനോട് മൊണ എന്ന് മന്ത്രം ചൊല്ലി നടക്കുന്ന സമയം കൊണ്ട് സ്വന്തം ഉള്ളിലിരിക്കുന്ന ജീവനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നേ ദൈവത്തെ കാണാമായിരുന്നു. കല്ലിനെ ദൈവമാക്കുന്നവർ സ്വന്തം ഉള്ളിലെ ദൈവത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതാണ് കവി പറയുന്നത്. ഇതുവരേക്കും നമ്മൾ ഈ വിഗ്രഹാരാധനാ ഖണ്ഡനം എന്ന പുസ്തകത്തിൻ്റെ 7 വരെ, ഇന്നത്തെ വീഡിയോയിൽ 2.5 മുതൽ 7 വരെയുള്ളത്, അല്ലെങ്കിൽ 2 വീഡിയോയിലുമായിട്ട് നമ്മൾ 1 മുതൽ 7 വരെയുള്ള പേജുകളാണ് വായിച്ച് വിശകലനം ചെയ്തത്. മൊത്തം 66 പേജുകളാണ് ആ പുസ്തകത്തിനുള്ളത്. മുഴുവനും വായിച്ച് വിശകലനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ വേറെ വർക്കുകൾ പലതും ഉള്ളതുകൊണ്ട് ഇനി ഞാൻ തുടർച്ചയായ പേജുകൾ വിശകലനം ചെയ്യുന്നില്ല. എന്നാൽ ഇടയിൽ നിന്നുള്ള 2-3 ഭാഗങ്ങൾ കൂടി എടുത്ത് വിശകലനം ചെയ്ത് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വിഗ്രഹാരാധികളായ ആളുകൾ എപ്പോഴും ന്യായം, വിഗ്രഹാരാധനയ്ക്ക് പറയുന്ന കുറേ ന്യായീകരണങ്ങളുണ്ട്, അവരുടെ ന്യായങ്ങൾ. അത്തരം ന്യായങ്ങൾ അദ്ദേഹം എടുത്തിട്ട് അതിനെ ഉടയ്ക്കുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ചെറിയ കുപ്പായം അല്ലെങ്കിൽ കഞ്ചുകം വേണം, വലിയ കുപ്പായം പറ്റുകയില്ല. അപ്രകാരം അല്പബുദ്ധികൾക്ക് വിഗ്രഹാരാധന വേണം, ബ്രഹ്മധ്യാനത്തിന് കഴിയുകയില്ല എന്ന് ചിലർ വാദിക്കുന്നു. ഇത് കുട്ടികൾക്ക് കാണാൻ ഒരു ചെറിയ സൂര്യൻ വേണം, വലിയ സൂര്യൻ്റെ വെളിച്ചം നോക്കിയാൽ കാണുകയില്ല എന്ന് പറയുന്നത് പോലെ അസംബന്ധമാകുന്നു. വിഗ്രഹാരാധനാ ഖണ്ഡനം പേജ് 28. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വരികൾ വിഗ്രഹാരാധനയെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന പടിപടിയായുള്ള വളർച്ച എന്ന വാദത്തെ പൊളിച്ചെടുക്കുന്നതാണ്. അതായത് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ അല്പബുദ്ധികൾക്ക് ദൈവം എന്ന വലിയ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല, അതുകൊണ്ട് അവർക്ക് വിഗ്രഹം വേണം എന്നാണ് ഇവർ ഈ പറയുന്നതിൻ്റെ ആശയം. മനസ്സിലായ? ഒറ്റടിക്കുക വലിയ ദൈവത്തെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല, അതുകൊണ്ട് ആദ്യം വിഗ്രഹത്തിൽ ദൈവത്തെ കാണുന്നു, പിന്നെ കാലം കുറേ കഴിയുമ്പോഴേക്കും ദൈവത്തെക്കുറിച്ച് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം, പരബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവൊക്കെ കിട്ടും എന്നാണ് വാദം. അപ്പോൾ ആ വാദത്തിലെ അസംബന്ധത്തെ അദ്ദേഹം സൂര്യൻ്റെ ഉദാഹരണത്തിലൂടെയാണ് തുറന്നു കാണിക്കുന്നത്. കുപ്പായം ശരീരത്തിനാണ്, കാഴ്ചയ്ക്കല്ല. അതായത് ശിവയോഗിയുടെ എതിരാളികളുടെ ഉപമ തെറ്റാണെന്ന് സ്ഥാപിക്കുകയാണ്. കുട്ടിക്ക് ചെറിയ കുപ്പായം വേണമെന്നത് ശരിയാണ്, കാരണം കുപ്പായം എന്നുള്ളത് ശരീരത്തിൻ്റെ അളവനുസരിച്ച് ഇടേണ്ടതാണ്. എന്നാൽ ദൈവം അല്ലെങ്കിൽ സത്യം എന്നത് ഇടാനുള്ള കുപ്പായമല്ല, മറിച്ച് അനുഭവിച്ചറിയാനുള്ള ഒന്നാണ്. മനസ്സിലായോ? ഒരു ചെറിയ കുട്ടി ആകാശത്തേക്ക് നോക്കിയാലും ഒരു വയസ്സൻ ആകാശത്തേക്ക് നോക്കിയാലും കാണുന്നത് ഒരേ സൂര്യനെ തന്നെയാണ്. കുട്ടിയുടെ കണ്ണ് ചെറുതാണ്, ശരീരവും ചെറുതാണ്, അതുകൊണ്ട് അവന് കാണാൻ ഒരു ചെറിയ സൂര്യനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നത് എത്ര വലിയ വിഡ്ഢിത്തമാണ്. കാഴ്ചയ്ക്ക് വലിപ്പച്ചെറുപ്പമില്ല, സൂര്യൻ ഒന്നേയുള്ളൂ. അത് കാണാൻ വ്യാജമായ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൂര്യനെ ഉണ്ടാക്കുന്നത് വഴി യഥാർത്ഥ സൂര്യനെ കാണാനുള്ള അവസരം നിങ്ങൾ ആ കുട്ടിക്ക് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ദൈവം ഒന്നേയുള്ളൂ, ആ ദൈവത്തെ അനുഭവിക്കാൻ വിഗ്രഹം വേണം എന്ന് പറയുന്നത് വഴി യഥാർത്ഥ ദൈവത്തെ അവർക്ക് നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ബ്രഹ്മാനന്ദ ശിവയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് അല്പബുദ്ധികളെ സ്ഥിരമായി മണ്ടന്മാരാക്കുന്ന തന്ത്രത്തെക്കുറിച്ചാണ്. അതായത് സാധാരണക്കാർക്ക് ബുദ്ധിയില്ല, അതുകൊണ്ട് വിഗ്രഹം മതി എന്ന വാദത്തിലെ അപകടം ബ്രഹ്മാനന്ദ ശിവയോഗി തുറന്നു കാട്ടുകയാണ്. കുട്ടികൾക്ക് ചെറിയ കുപ്പായം കൊടുക്കുന്നത് അവർ വലുതാകുമ്പോൾ വലിയ കുപ്പായം ഇടും എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ വിഗ്രഹാരാധനയുടെ കാര്യത്തിൽ ഈ വളർച്ച സംഭവിക്കുന്നുണ്ടോ? ഉണ്ടോ? 80 വയസ്സായിട്ടും ഇതേ മനുഷ്യൻ ഈ ചെറിയ കളിപ്പാട്ടം, അതായത് വിഗ്രഹം, അത് തന്നെ വെച്ച് പൂജിക്കുകയല്ലേ ചെയ്യുന്നത്? അല്ലേ? നീ അല്പബുദ്ധിയാണ്, അതുകൊണ്ട് നിനക്ക് സത്യം അറിയാൻ അവകാശമില്ല, നീ ഈ കല്ലിനെ തൊഴുത് നടന്നാൽ മതി എന്ന് പറഞ്ഞ് പുരോഹിതവർഗം സാധാരണക്കാരെ പറ്റിക്കുകയാണ്. അക്ഷരം പഠിപ്പിക്കുന്നതിന് പകരം ജീവിതകാലം മുഴുവൻ കളിപ്പാട്ടം മാത്രം കൊടുത്ത് നീ കുട്ടിയായി തന്നെ ഇരുന്നോ എന്ന് പറയുന്ന ക്രൂരതയാണിത്. മനസ്സിലായോ? അതാണ് അദ്ദേഹം പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറയുന്ന പോയിന്റ് ഈ അനന്തതയെ അളക്കുന്ന സ്കെയില് എന്നുള്ള ആശയത്തിലാണ് അദ്ദേഹം പിന്നെ സംസാരിക്കുന്നത്. അതായത് ദൈവം അനന്തമാണെന്ന് പറയുകയും അതിനെ ഒരു ചെറിയ കല്ലിലേക്ക് ഒതുക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സൂര്യൻ്റെ വെളിച്ചം കാണാൻ ആഗ്രഹിക്കുന്നവരോട് സൂര്യൻ വളരെ വലുതാണ്, നിൻ്റെ കണ്ണിനത് താങ്ങില്ല,
അതുകൊണ്ട് ഈ മെഴുകുതിരിയെ നോക്കി അത് സൂര്യനാണെന്ന് സങ്കല്പിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? മെഴുകുതിരി ഒരിക്കലും സൂര്യനാകില്ല. മെഴുകുതിരിയെ നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും സൂര്യപ്രകാശം അറിയില്ല. അതുപോലെ വിഗ്രഹത്തെ നോക്കിയിരിക്കുന്നവൻ ഒരിക്കലും യഥാർത്ഥ ദൈവത്തെ അറിയില്ല. കാണാനുള്ള കണ്ണിന് കുഴപ്പമുണ്ടെങ്കിൽ അത് ചികിത്സിക്കണം, അതാ വേണ്ടത്. അല്ലാതെ കാണേണ്ട കാഴ്ചയെ മാറ്റിവെക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇവിടെ ഈ കാണാനുള്ള കണ്ണിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അറിവില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അറിവില്ലെങ്കിൽ അവൻ അറിവ് കൊടുക്കണം. അവൻ്റെ മനസ്സിലെ ചിന്ത വിഗ്രഹമാണ് ദൈവം, കല്ലാണ് ദൈവം, മരമാണ് ദൈവം എന്നൊക്കെ അവൻ ചിന്തിക്കുന്നത്, മലയാണ് ദൈവം അല്ലെങ്കിൽ കടലാണ് ദൈവം എന്നൊക്കെ അവൻ ചിന്തിക്കുന്നവൻ്റെ അറിവില്ലായ്മയാണ്. അപ്പോൾ ആ അറിവില്ലായ്മ മാറ്റിക്കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ന്യായമല്ല. തൽക്കാലം അതൊക്കെ കണ്ടിരുന്നോട്ടെ, പിന്നീട് അവന് പ്രായമാകുമ്പോൾ വലുത് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവൻ ദൈവത്തെ വരുന്നു പറയുന്നത് മണ്ടത്തരമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്. നമുക്കിനി ബാക്കി ഭാഗം നോക്കാം. നമ്മുടെ പിതാവിൻ്റെയോ ഗുരുവിൻ്റെയോ മറ്റോ ചായ എടുത്തു വെച്ച് അവരുടെ അഭാവത്തിൽ അവരെ കണ്ട് സന്തോഷിക്കുന്നു, വന്ദിക്കുന്നു. അപ്രകാരം ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ പ്രതിമ വെച്ച് പൂജിച്ച് സന്തോഷിക്കുന്നതാകുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സ്വൽപ്പബുദ്ധികൾക്ക് ദൈവമുണ്ടെന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് എന്ന് കർമ്മഠന്മാർ വാദിക്കുന്നു. ഇതും അബദ്ധം തന്നെ. പിതാവിനെയും ഗുരുവിനെയും മറ്റും കണ്ടുകൊണ്ടാകുന്നു ഫോട്ടോ എടുക്കുന്നത്. ആ ഛായയിൽ അവരുടെ ആകൃതി വടിവും ഉണ്ട്. ദൈവത്തിന് ആകൃതിയില്ല. പിന്നെങ്ങനെ ഛായ എടുത്തു? ആരെടുത്തു? ബിംബപ്പണിക്കാരും മറ്റും കല്ലുകളിലും വല്ലതിലും കൊത്തുന്നതും വരയ്ക്കുന്നതുമാണോ ദൈവത്തിൻ്റെ ഛായ? വിഗ്രഹാരാധനാ ഖണ്ഡനം, പേജ് 28. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഈ വിഗ്രഹാരാധനാ ഖണ്ഡനം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള വിഗ്രഹാരാധകരുടെ ന്യായീകരണവാദങ്ങളുടെ നട്ടെല്ലൊടിക്കുന്ന ഭാഗമാണിത്. ദൈവത്തിൻ്റെ ഫോട്ടോ എന്ന ന്യായീകരണത്തെ ഇതിൽ രൂക്ഷമായി പൊളിച്ചെടുക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ഫോട്ടോ എന്നുള്ളതല്ല, നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഈ വിഗ്രഹാരാധനയെ ന്യായീകരിക്കുന്നതിനെ ഇതിലും ഭംഗിയായിട്ട് ഇതിൽ രൂക്ഷമായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റില്ല. വായനക്കാരൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്ന വിധം അല്പം പോലും ദയയില്ലാതെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി വാദം മുന്നോട്ട് വയ്ക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയോടെ ചോദിക്കുന്നത് സാമാന്യബോധമുള്ള ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയാത്തൊരു ചോദ്യമാണ്. അതായത് അച്ഛൻ്റെ ഫോട്ടോ വെക്കുന്നത് പോലെയാണ് ഈ ദൈവത്തിൻ്റെ വിഗ്രഹം വെക്കുന്നത്. ആ വാദത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, അച്ഛൻ്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർക്ക് അച്ഛനെ നേരിട്ട് കാരണമായിരുന്നു. മാത്രമല്ല അച്ഛൻ എങ്ങനെ ഇരിക്കുമെന്ന് മക്കൾക്കും നേരിട്ട് അറിയാം. എന്നാൽ നിങ്ങളുടെ ഈ വിഗ്രഹം ഉണ്ടാക്കിയ കല്ലാശാരി ഉണ്ടല്ലോ, അതിന് ശില്പി, ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ദൈവത്തെ പോയി കണ്ട് അളവെടുത്തിട്ടാണോ അവൻ ഈ പ്രതിമ ഉണ്ടാക്കിയത്? അതോ ദൈവത്തിന് 4 കൈയും തുമ്പിക്കൈയും ഉണ്ടെന്ന് അവൻ സ്വയം അങ്ങ് തീരുമാനിച്ചതാണോ? കണ്ടിട്ടുള്ള ആളുടെ ചിത്രം വയ്ക്കുന്നത് ഓർമ്മ, അതിനു വേണ്ടിയാണ്, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ കാണാത്ത ഒന്നിൻ്റെ ചിത്രം ഉണ്ടാക്കി വയ്ക്കുന്നത് ഭ്രാന്ത് അല്ലെങ്കിൽ വ്യാജം ആണ്. മനസ്സിലായ? അച്ഛൻ്റെ ഫോട്ടോ യാഥാർത്ഥ്യമാണ്, മക്കൾ കണ്ടിട്ടുണ്ട്, ഫോട്ടോഗ്രാഫറും കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ വിഗ്രഹം ഇത് ആശാരിയുടെ വെറും ഫാൻറ്റസി മാത്രമാണ്, ശില്പിയുടെ വെറും ഫാൻറ്റസി മാത്രമാണ്. ഒരു കല്ലാശാരിയുടെ ഭാവനയെ അല്ലെങ്കിൽ ഒരു മരയാശാരിയുടെ ഭാവനയെ ദൈവമാണെന്നും പറഞ്ഞ് തൊഴാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ചോദിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ ദൈവത്തെ കാർട്ടൂൺ ആക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ഇതൊക്കെ പരിഹാസമാണ്. അതായത് ദൈവത്തിന് രൂപമില്ല എന്നൊരു വശത്ത് പറയുകയും മറുവശത്ത് വിഗ്രഹം ഉണ്ടാക്കുകയും ചെയ്യുന്നതിലെ കാപട്യത്തെയാണ് ശിവയോഗി തുറന്നു കാട്ടുന്നത്. അപ്പം ഇവർ പറയുന്നത് ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം നിരാകാരനാണ്, നിരാകാരൻ ആകാരമില്ലാത്തവൻ, രൂപമില്ലാത്തവൻ ആണ്, അങ്ങനെയൊക്കെ വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രൂപമില്ലാത്ത ഒന്നിൻ്റെ ഫോട്ടോ എങ്ങനെ എടുക്കാൻ പറ്റും? ഇപ്പോൾ വായുവിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? സ്നേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? സ്നേഹപ്രകടനത്തിൻ്റെ ഫോട്ടോ എടുക്കാം, പക്ഷെ സ്നേഹം എന്ന് പറയുന്ന ആ വികാരത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം സ്നേഹത്തിന് രൂപമില്ല. അങ്ങനെ ഇരിക്കെ ഈ രൂപമില്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? രൂപമില്ലാത്ത ദൈവത്തിന് മനുഷ്യൻ്റെ രൂപം, അതും പലപ്പോഴും വികൃതമായ രൂപങ്ങളാണ്. സാധാരണഗതിയിലുള്ള ഇത് ഇവരുടെ കുറവാണ്. എല്ലാത്തിനും 8, 10, 20 കൈകൾ, തലകൾ കുറേ കാണും, കാല് പക്ഷേ 2 ഉണ്ടാവാറുള്ളൂ കേട്ടോ, കാലിന് വലിയ വ്യത്യാസം കാണാറില്ല. അല്ലെങ്കിൽ മൃഗവും മനുഷ്യനും കൂടി ചേർന്നിട്ടുള്ള രൂപം. അപ്പോൾ വികൃതമായ ഈ ഇങ്ങനെ രൂപങ്ങൾ നൽകുക വഴി ഇവർ ദൈവത്തെ അപമാനിക്കുകയാണ്. മനസ്സിലായോ? കല്ലിലും മരത്തിലും കൊത്തിവെക്കുന്ന രൂപങ്ങൾ ദൈവത്തിൻ്റെ ഫോട്ടോയല്ല,
മറിച്ച് മനുഷ്യൻ ദൈവത്തെ ഭാവന ചെയ്ത് വരച്ച കാർട്ടൂണുകൾ മാത്രമാണ്. ആ കാർട്ടൂണുകളെ നോക്കി ഇതാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്നത് ദൈവനിന്ദയല്ലെങ്കിൽ പിന്നെന്താണ്? ഇനി മൂന്നാമത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഹു ഈസ് ദ മോഡൽ എന്നുള്ളതാണ്. മോഡൽ ആരാ? ഏതൊരു ചിത്രത്തിനും ഒരു മോഡൽ വേണം. ഇപ്പോൾ അച്ഛൻ്റെ ചിത്രത്തിൻ്റെ മോഡൽ ആരാണ്? അച്ഛനാണ്. അതുപോലെ വിഗ്രഹത്തിൻ്റെ മോഡൽ ആരാണ്? ചിത്രകാരൻ ഒരു സ്ത്രീയുടെ പടം വരച്ച് അത് സരസ്വതിയാണെന്ന് പറയുന്നു. ഒരു പുരുഷൻ്റെ പടം വരച്ച് അത് ശിവനാണെന്ന് പറയുന്നു. ആ ചിത്രകാരൻ വരച്ചത് അവൻ്റെ അയൽവക്കത്തുള്ള ശാന്തയെയോ ഗീതയെയോ വേറെ ഏതെങ്കിലും സ്ത്രീയൊക്കെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും. അയൽവക്കത്തുള്ള ഏതെങ്കിലും സ്ത്രീയെ, അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ അപ്പുറത്തുള്ള വേറെ ഏതെങ്കിലുമൊക്കെ അവൻ്റെ അയൽവക്കത്തുള്ളത്, അവൻ്റെ പരിചയത്തിലുള്ളത്, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ തോന്നിയ ഏതെങ്കിലും ആൾക്കാരുടെയൊക്കെ രൂപത്തെയാണ് വരച്ച് വയ്ക്കുന്നത്. എന്നിട്ട് പറയും ഇത് സരസ്വതി, ഇത് ശിവൻ. അപ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് ദൈവത്തെയല്ല, മറിച്ച് ആ വിഗ്രഹം ഉണ്ടാക്കിയ ശില്പിയുടെ മനസ്സിലെ തോന്നലിനെയാണ്. മനുഷ്യൻ്റെ തോന്നലിനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിലും വലിയ അന്ധവിശ്വാസം ലോകത്തുണ്ടോ? ഒരു ആശാരിയുടെ ഭാവനയ്ക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന നിങ്ങൾ സ്വന്തം ബുദ്ധിയെ പണയം വെച്ചിരിക്കുകയാണ് കേട്ടാ. അതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ സ്പഷ്ടമാണ്, വളരെ അക്യുറേറ്റുമാണത്. നിങ്ങളുടെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി നിങ്ങൾക്ക് പറയാം ഇതെൻ്റെ അച്ഛനാണെന്ന്, കാരണം നിങ്ങൾ അച്ഛനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്ഷേത്രത്തിലെ വിഗ്രഹം നോക്കി ഇതാണ് ദൈവം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ആ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുണ്ടാക്കിയ ശില്പി കണ്ടിട്ടുണ്ടോ? ഇല്ല, ആരും കണ്ടിട്ടില്ല. കാണാത്ത ദൈവത്തിൻ്റെ പടം വരച്ചു എന്ന് പറയുന്നവൻ കള്ളനാണ്. ആ കള്ളൻ ഉണ്ടാക്കിയ കളിപ്പാട്ടത്തെ നോക്കി ദൈവമേ എന്ന് വിളിക്കുന്നവൻ വിഡ്ഢിയാണ്. സ്വന്തം അച്ഛൻ്റെ ഫോട്ടോയും കല്ലാശാരിയുടെ ഭാവനയും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ കഴിയാത്തവരാണോ നിങ്ങൾ? ഇനിയെങ്കിലും ഈ വിഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ഫോട്ടോ ആണെന്നുള്ള നുണ പറയുന്നത് ആ തള്ളും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. അത് ദൈവമല്ല, മനുഷ്യനുണ്ടാക്കിയ വെറും കളിപ്പാട്ടമാണ്. ഇതാണ് ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞതിൻ്റെ കാതൽ. ഇതാ ഈ വിഗ്രഹാരാധന ഖണ്ഡനത്തിൽ നിന്ന് ഒരു പോയിന്റ് കൂടെ നോക്കി നമുക്ക് ഈ പഠനം അവസാനിപ്പിക്കാം. ദൈവം സർവത്രയുണ്ട്, ക്ഷേത്രത്തിലും ബിംബത്തിലും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ട് അവിടെ ചെന്ന് ഭജിക്കുന്നതിനും വിരോധം പറയുന്നത് തെറ്റാണ് എന്നും കർമ്മികൾ പറയുന്നു. ഇത് ജ്ഞാനികളുടെ ചോദ്യത്തിനും ഉത്തരം മുട്ടുമ്പോൾ എന്തെങ്കിലും പറയുക എന്നാകുന്നു എന്നത് ഇവരുടെ വ്യാപാരം കൊണ്ട് തന്നെ തെളിയുന്നു. ദൈവം ബിംബത്തിലും ഉണ്ടെങ്കിൽ ഇവർ എന്തിന് ആവാഹനം ചെയ്യുന്നു? ആവാഹനം ചെയ്യുന്നതിൻ്റെ അർത്ഥം ദൈവത്തെ ക്ഷണിച്ച് പ്രതിമയിൽ, അതായത് ബിംബത്തിൽ കൊണ്ടുവന്നിരുത്തുന്നു എന്നാകുന്നു. അതിലുണ്ടെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ക്ഷണിച്ചു കൊണ്ടുവരണമോ? അപ്പോൾ ദൈവം സർവത്ര ഇല്ലെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു. വീട് വിട്ട് ക്ഷേത്രത്തിലേക്ക് ഓടുന്നത് കൊണ്ടും വീട്ടിൽ ദൈവമില്ലെന്ന് സമ്മതിക്കുന്നു. ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ഓടുമോ? നിരാകാര ബ്രഹ്മത്തെ ധ്യാനിപ്പാൻ പ്രയാസമാണ്. അതുകൊണ്ട് മനസ്സിനെ നിർത്തുവാനായിട്ട് ലക്ഷ്യമായി ഒരു ആകാരം വേണം എന്നാണ് അവർ പറയുന്നത്. അതിന് ഒരു കല്ലിൻ്റെ കഷ്ണം വീട്ടിൽ കിട്ടില്ലയോ? അല്ലെങ്കിൽ ഒരു തുരുമ്പിലോ വീട്ടിൻ്റെ സ്തൂണത്തിലോ മനസ്സിനെ വെക്കരുതോ? എല്ലാറ്റിലും ദൈവം ഉണ്ടല്ലോ. തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പണ്ട് പ്രഹ്ലാദൻ പറഞ്ഞ പ്രകാരം തൂണിൽ നിന്ന് ദൈവം ചാടിയ കഥയെ ഇവർ അറിയുമല്ലോ. പിന്നെന്തിന് അനേകായിരം ഉറുപ്പിക ചെലവ് ചെയ്ത് ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠിച്ച് അനവധി പൂജാദ്രവ്യങ്ങളെ സമ്പാദിച്ച് വിഗ്രഹാരാധനയെ ചെയ്യുന്നു? അർത്ഥമില്ലാതെ സംസാരിക്കുന്നവരോട് എന്താ പറയുക? വിഗ്രഹാരാധനാ ഖണ്ഡനം പേജ് 33-34. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വിഗ്രഹാരാധനാ ഖണ്ഡനത്തിലെ ഏറ്റവും യുക്തിഭദ്രവും വിഗ്രഹാരാധികളെ നിരായുധരാക്കുന്നതുമായ ഭാഗമാണ് ഇത്. വിഗ്രഹാരാധനയെ ന്യായീകരിക്കാൻ വരുന്നവരുടെ സർവ്വവ്യാപിയായ ദൈവം എന്ന വാദത്തെ അവരുടെ തന്നെ ആചാരങ്ങൾ വെച്ച് ശിവയോഗി തച്ചുടക്കുകയാണ്. ചിന്താശേഷി അല്പമെങ്കിലുമുള്ള വിഗ്രഹാരാധകർക്ക് ലജ്ജ തോന്നും വിധം അവരുടെ വിശ്വാസത്തിലെ പൊള്ളത്തരങ്ങൾ 3 പോയിന്റുകളിലൂടെ അദ്ദേഹം തുറന്നു കാട്ടുന്നു. ഒന്ന്, ആവാഹനം. ദൈവം ഇല്ലെന്നുള്ള സത്യവാങ്മൂലമാണ് ഓരോ ആവാഹനവും. ഇവർ പറയുന്ന ദൈവം ഇല്ല എന്നുള്ള സത്യവാങ്മൂലം. അതായത് സത്യത്തിലൂടെ ബ്രഹ്മാനന്ദ ശിവയോഗി പിടിക്കുന്നത് പൂജാരിമാരുടെ തൊണ്ടയ്ക്കാണ്. ദൈവം എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് വിഗ്രഹത്തിലും ഉണ്ട് എന്നാണ് വിഗ്രഹാരാധികൾ പറയുന്നത്. അപ്പം ശിവയോഗിയുടെ ചോദ്യം, എങ്കിൽ പിന്നെ എന്തിനാണ് പൂജ തുടങ്ങുമ്പോൾ ആവാഹനം? ആവാഹനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ക്ഷണിച്ചു വരുത്തുന്ന ചടങ്ങ്. ഈ ആവാഹനം അത് നടത്തുന്നത് എന്തിനാ? ഇതിലെ യുക്തിഹീനത
അതിഭീകരമാണ്. ഇപ്പോൾ മുറിയിലിരിക്കുന്ന ഒരാളോട് ആരെങ്കിലും അകത്തേക്ക് വരൂ, കടന്നിരിക്കൂ എന്ന് പറയുമോ? ഇല്ല. കാരണം അയാൾ ഓൾറെഡി അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ മുറിയിലില്ലാത്ത ഒരാളെ മാത്രമേ മുറിക്കകത്തേക്ക് ക്ഷണിച്ചു വരുത്താൻ കഴിയൂ. വിഗ്രഹത്തിലേക്ക് ദൈവത്തെ ആവാഹിക്കുന്നു എന്ന് പറയുന്ന നിമിഷം തന്നെ പൂജാരി സമ്മതിക്കുകയാണ്, ഇതുവരെ ഈ കല്ലിൽ ദൈവം ഉണ്ടായിരുന്നില്ല, അത് വെറും കല്ലായിരുന്നു. ഇതുവരെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആവാഹനം ചെയ്തപ്പോഴാണ് അത് പിന്നെ വിഗ്രഹമായിട്ട് ദൈവമായിട്ട് മാറുന്നത്. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന് മൈക്കിലൂടെ പ്രസംഗിക്കുകയും ദൈവമേ ഈ കല്ലിലേക്ക് വരണമേ എന്ന് മന്ത്രം ചൊല്ലുകയും ചെയ്യുന്നതിലെ കോമാളിത്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ വിഗ്രഹാരാധകരെ? ഇല്ലേ? ദൈവത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന പണിയാണോ ഈ പൂജ എന്ന് പറയുന്നത്? ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ ആവാഹനം തട്ടിപ്പാണ്. ആവാഹന സത്യമാണെങ്കിൽ ദൈവം സർവ്വവ്യാപിയല്ല. രണ്ടിലേതായാലും നിങ്ങളുടെ വിഗ്രഹപൂജ അബദ്ധമാണെന്നാണ് ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗി വാദിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത് ദൈവമില്ലാത്ത വീടുകൾ എന്നുള്ളതാണ്. ദൈവം എല്ലായിടത്തും ഉണ്ടെന്നുള്ള വിഗ്രഹാരാധകന്റെ വിശ്വാസത്തെ തന്നെയാണ് ശിവയോഗി ഇവിടെയും പരിഹസിക്കുന്നത്. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇരിക്കുന്ന കസേരയിലും എല്ലാം ദൈവം ഉണ്ടാകണമല്ലോ. അപ്പം ഈ വിഗ്രഹാരാധി പറയുന്ന മറുപടി ഉണ്ട്, ദൈവം എല്ലായിടത്തും ഉണ്ട്, അതാ പറയാം. അപ്പോൾ ശിവയോഗിയുടെ ചോദ്യം, പിന്നെ എന്തിനാണ് നിങ്ങൾ കുളിച്ചൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് ഓടുന്നത്? വീട് വിട്ട് ക്ഷേത്രത്തിലേക്ക് ഓടുമ്പോൾ നിങ്ങൾ പ്രവൃത്തിയിലൂടെ പറയുന്ന സംഗതി എന്താണ്? അതിതാണ്, എൻ്റെ വീട്ടിൽ ദൈവമില്ല, അമ്പലത്തിലെ കല്ലിൽ മാത്രമേ ദൈവമുള്ളൂ. സർവ്വവ്യാപിയായ ദൈവത്തെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ കരിങ്കല്ലിലേക്ക് ചുരുക്കി കെട്ടുന്ന നിങ്ങളാണ് ദൈവത്തെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്നത്. എല്ലാം ദൈവമാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും ദൈവം ഉണ്ട് എന്ന് പറയുകയും ക്ഷേത്രത്തിൽ പോയി മാത്രം കൈ കൂപ്പുകയും ചെയ്യുന്ന നിങ്ങളുടെ ഭക്തി കാപട്യമാണെന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിക്കുന്നത്. പിന്നെ മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ഈ പ്രഹ്ലാദൻ്റെ തൂണും പൂജാരിയുടെ കച്ചവടമാണ്. അതായത് മനസ്സ് ഏകാഗ്രമാക്കാൻ ഒരു ബിംബം വേണം എന്ന സ്ഥിര ന്യായീകരണത്തെയാണ് ശിവയോഗിയുടെ പിച്ച് ചീന്തുന്നത്. രൂപമില്ലാത്ത ദൈവത്തെ ചിന്തിക്കാൻ പ്രയാസമാണ്. ധ്യാനിക്കുമ്പോൾ ഓക്കെ അങ്ങ് പൂജിക്കാം, അതിന് മുമ്പിൽ ആരാധനാ മനോഭാവത്തോടെ കൈകൂപ്പിയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഒരു രൂപമില്ലാത്ത ദൈവത്തെ സങ്കല്പിക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ടൊരു രൂപം വേണം. ഇതാണ് വിഗ്രഹാരാധികൾ വാദിക്കുന്നത്. അതുകൊണ്ടൊരു രൂപം വേണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോ വയ്ക്കുന്നു, വിഗ്രഹങ്ങൾ വയ്ക്കുന്നു, ഇതൊക്കെ രൂപങ്ങൾ വയ്ക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇതിന് ബ്രഹ്മാനന്ദ ശിവയോഗി പറയുന്ന മറുപടി, ശരി സമ്മതിച്ചു, നിങ്ങൾ പറയുന്നത് വാദത്തിന് സമ്മതിക്കുന്നു, മനസ്സ് ഏകാഗ്രമായി നിർത്താൻ ഒരു സാധനം വേണം നിങ്ങൾ പറഞ്ഞു, ശരി. അപ്പം അതിന് വീട്ടുമുറ്റത്തെ ഒരു കല്ല് പോരെ? അല്ലെങ്കിൽ ഒരു പുൽക്കൊടി പോരെ? അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൂണ് പോരെ? നിങ്ങളുടെ പുരാണത്തിലെ പ്രഹ്ലാദൻ പ്രാർത്ഥിച്ചത് വീടിൻ്റെ ഈ തൂണിനെ നോക്കിയല്ലേ? സ്തൂണം എന്ന് അദ്ദേഹം പറയുന്നതാണ് തൂണ്. അപ്പോൾ നരസിംഹമൂർത്തി അവിടെ നിന്നുമല്ലേ ചാടി വന്നത്? നരസിംഹം തൂണിൽ നിന്നും ചാടി വന്നെങ്കിൽ നിങ്ങൾക്ക് ആ തൂണ് നോക്കി പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാണ് കോടികൾ മുടക്കി ക്ഷേത്രം പണിയുന്നത്? അപ്പം അതിൻ്റെ ഉത്തരം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ തൂണിനെ നോക്കി പ്രാർത്ഥിച്ചാൽ പൂജാരിക്ക് ദക്ഷിണ കിട്ടില്ല, ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പേരിൽ പിരിവ് നടക്കില്ല, കട്ടിളപ്പാളി അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല, വാജിവാഹനം വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വീട്ടിലെ കല്ല് പോരാ, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ തന്നെ വേണമെന്ന് പൂജാരിമാർ വാശി പിടിക്കുന്നത്. മനസ്സ് ഏകാഗ്രമാക്കാൻ പണം ചിലവാക്കേണ്ട കാര്യമില്ല. ലക്ഷങ്ങൾ മുടക്കി വിഗ്രഹം വയ്ക്കുന്നത് ഭക്തിയല്ല, അത് പുരോഹിതൻ്റെ ബിസിനസ് മാത്രമാണെന്നാണ് ശ്രീ ബ്രഹ്മാനന്ദ ശിവയോഗി നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നത് കേട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, വിഗ്രഹാരാധകരായ സുഹൃത്തുക്കളെ, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ചോദ്യം വളരെ സിമ്പിളാണ്. ഞാനതൊന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് തരികയാണ്. ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ ആ ദൈവത്തെ വിഗ്രഹത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന, അതായത് ആവാഹിക്കുന്ന പൂജാരി ദൈവത്തെ കളിയാക്കുകയാണോ? അതോ ദൈവം ഈ വിഗ്രഹത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് അമ്പലത്തിലേക്ക് ഓടുന്ന നിങ്ങൾ ദൈവത്തെ പരിമിതപ്പെടുത്തുകയാണോ? പ്രഹ്ലാദന് തൂണിൽ ദൈവത്തെ കാണാൻ പൈസയൊന്നും ചെലവായില്ല. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കോടികളുടെ ക്ഷേത്രവും സ്വർണ്ണ വിഗ്രഹവും വേണം. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പുലമ്പുന്നവരോട് ഇതിൽ കൂടുതൽ എന്ത് പറയാൻ? ബുദ്ധിയുള്ളവർ ചിന്തിച്ച് രക്ഷപ്പെടട്ടെ എന്നാണ് ശിവയോഗി പറയുന്നത്. സ്വന്തം വിഗ്രഹത്തിലെ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ കള്ളം വരുമ്പോൾ അവനെ തടയാനോ കൈകാലുകൾ സ്തംഭിപ്പിക്കാനോ കഴിയാത്ത വിഗ്രഹങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സംരക്ഷിക്കുന്നതെന്ന ശിവയോഗിയുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ വിഗ്രഹാരാധികളെ?
അനേകായിരം കൊല്ലം വിഗ്രഹാരാധന നടത്തിയിട്ടും രാജാക്കന്മാർക്ക് അധികാരം നഷ്ടപ്പെട്ടതും വിദേശികളുടെ അടിമകളായതും എന്തുകൊണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നിങ്ങളുടെ വിശ്വാസം പതറുന്നില്ലേ വിഗ്രഹാരാധികളെ? ബൈബിൾ വിഗ്രഹാരാധന തെറ്റെന്ന് പറയുമ്പോൾ അത് വർഗീയതയും, അതേ കാര്യം നിങ്ങളുടെ തന്നെ ആചാര്യന്മാർ പറയുമ്പോൾ അത് മൗനമായി സമ്മതിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ നിങ്ങളുടെ, ഇത് പരിഹാസ്യമാണ്. മനസ്സിലായോ? ഇത് ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഇത് പരിഹാസ്യമാണ്. നിങ്ങൾ ഓർക്കണം, ഒരു മതിലിലെ എഴുത്ത് കാണുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലെ വരികൾ വായിക്കുമ്പോഴേക്കും തകർന്നു പോകുന്നതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ആ വിശ്വാസത്തിന് അടിത്തറയില്ല എന്നാണ് അർത്ഥം. മനസ്സിലായോ? ഇവിടെ ഒരു ബൈബിളിലെ മൊത്തം വാക്യമില്ല, മൊത്തം വാക്യമല്ല, ആ വാക്യത്തിൻ്റെ അകത്ത് ഒരു വാക്ക് കണ്ടപ്പോഴേക്കും നിങ്ങളുടെ വിശ്വാസം തകർന്നു. അയ്യോ, ഞങ്ങളെ പരിഹസിക്കുന്നേ, പുച്ഛിക്കുന്നേ, അപമാനിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. സത്യം പറയുന്നവരെ പോലീസിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി നിങ്ങൾക്ക് നിശബ്ദരാക്കാൻ പറ്റും, പക്ഷെ സത്യത്തെ എന്നേക്കുമായി കുഴിച്ചു മൂടാൻ നിങ്ങൾക്ക് കഴിയില്ല. സ്രഷ്ടാവിനെ വിട്ട് സൃഷ്ടിയെ ആരാധിക്കുന്നത് ഭോഷ്കാണെന്ന് ബൈബിൾ പറഞ്ഞാലും ശിവയോഗി പറഞ്ഞാലും അത് സത്യം തന്നെയാണ്. ആ സത്യം തിരിച്ചറിയാനുള്ള വിവേകമാണ് വേണ്ടത്, അല്ലാതെ വിയോജിപ്പുകളെ മായ്ച്ചു കളയുന്ന അസഹിഷ്ണുതയല്ല. മനസ്സിലായ? അത്തരം അസഹിഷ്ണുതകൾ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ വിഗ്രഹാരാധനയിലുള്ള വിഡ്ഢിത്തരം മനസ്സിലാക്കാൻ, അതിലെ ഭോഷത്തരം മനസ്സിലാക്കാൻ, അതിലെ കുട്ടിക്കളി മനസ്സിലാക്കാൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഈ വാദങ്ങൾ മതിയാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ അതുമായി നടക്കുന്നവരോട് പറയണം, നിങ്ങളതൊക്കെ വിട്ടുകളയും. യഥാർത്ഥ ദൈവം, നിങ്ങളുടെ സ്രഷ്ടാവായ ദൈവം, ആ ദൈവത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പിതാവിന് എന്നെ ജനിപ്പിക്കാൻ പറ്റും, എനിക്കൊരിക്കലും എൻ്റെ പിതാവിനെ ജനിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് എൻ്റെ പിതാവിനെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് നിങ്ങളെപ്പോഴും ഓർത്തിരിക്കണം. നമ്മളെല്ലാവരുടെയും, സകല മനുഷ്യരുടെയും കാര്യം ഞാൻ ഈ പറയുന്നത്. സാധിക്കും, ഏതെങ്കിലും മനുഷ്യന് അവൻ്റെ പിതാവിനെ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഇരിക്കെ കേവലം പിതാവല്ല, സ്രഷ്ടാവായിരിക്കുന്ന ദൈവത്തെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് മണ്ടത്തരമല്ലേ? നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് സ്രഷ്ടാവായ ദൈവത്തിലേക്ക് വാ, സത്യദൈവത്തിലേക്ക്. ആ ദൈവത്തിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നവനാണ്. നിങ്ങളുടെ പാപം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ കയറിയവനാണ്. നിങ്ങൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുത്തവനാണ്. നിങ്ങളുടെ പാപത്തിന് എന്നേക്കുമായിട്ടുള്ള പരിഹാരം വരുത്തുവാൻ സ്വന്തം ജീവനെ കുരിശിൽ യാഗമായി അർപ്പിച്ചവനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുക, സത്യദൈവത്തെ അറിഞ്ഞ് സത്യദൈവത്തിൻ്റെ മക്കളായി മാറുക, ബുദ്ധി ഉപദേശിക്കുകയാണ്. അതാണ് ഏതൊരു മനുഷ്യനും കരണീയമായിട്ടുള്ളത്. ഏതൊരു മനുഷ്യൻ്റെയും നന്മ അവിടെയാണുള്ളത്. ഞങ്ങളൊക്കെ അങ്ങനെ വന്നവരാണ്. നിങ്ങൾ പരിഹസിക്കുന്നത് പോലെ പാൽപ്പൊടി കണ്ടിട്ടോ അരിപ്പൊടി കണ്ടിട്ടോ ഒന്നുമല്ല, സത്യദൈവത്തെ കണ്ടിട്ടാണ്. അത് ലോകത്ത് വേറെ എവിടെയും കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. മനസ്സിലായോ? കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നുമല്ല. യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവം. യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ പാപക്ഷമ ലഭിക്കും, ആത്മരക്ഷ ലഭിക്കും, ഹൃദയത്തിനകത്ത് സമാധാനം അനുഭവിക്കാൻ പറ്റും. ഞങ്ങളത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഉപദ്രവിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ കുലുങ്ങാതെ ഇവിടെ ഇരുന്ന് സത്യം പറയുന്നത്. മനസ്സിലായോ? ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.